നമുക്ക് ഡയറക്റ്റായിട്ട് തേനീച്ച കൃഷിയിലേക്ക് തന്നെ പോകാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്നോട് സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് ഇപ്പം ഈ ടൈം എന്ന് പറയുന്നത് വളർച്ചാ കാലഘട്ടം അല്ലേ, എല്ലാവർക്കും അറിയാം. തേനീച്ച കൃഷിയിൽ തേനീച്ചകളുടെ വളർച്ചാ കാലഘട്ടം ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത്. അതായത് സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ വരുന്ന കാലയളവ് വളർച്ചാ കാലം. നമ്മളിപ്പോൾ വളർച്ചാ കാലത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഒരു പരിശീലനം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതുകൊണ്ട് ആ വളർച്ചാ കാലഘട്ടത്തിലേക്ക് തന്നെ പോവുകയാണ്. തേനീച്ച കൃഷിയിൽ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ തുടക്കത്തിൽ വന്ന സമയത്ത് 25 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ഈ കാലഘട്ടത്തെക്കുറിച്ച് വിഭജിച്ച് പറഞ്ഞപ്പോൾ ക്ഷാമകാലം എന്ന് പറയുന്നത് മെയ് തൊട്ട് ഏകദേശം ഓഗസ്റ്റ് അവസാനം വരെയും ക്ഷാമകാലവും, ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ വളർച്ചാകാലം, ജനുവരി തൊട്ട് ഏപ്രിൽ വരെ വരുന്ന കാലയളവ് ഉൽപ്പാദക കാലമെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഇപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് നമ്മുടെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് എന്ത് മൊത്തത്തിലെ മാറ്റം വന്നു. അപ്പം നമ്മളുടെ ഈ പറഞ്ഞിരുന്ന കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിയെന്നുള്ളതാണ്. എങ്കിലും നമ്മളുടെ ഈ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും ശരി, ഈ ചെറിയ പ്രാണികൾ, ഈ തേനീച്ച എന്ന് പറഞ്ഞ ജീവിക്ക് അവരുടെ ജൈവ ഘടികാരത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യം. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഗവേഷണം നമുക്കിതിനകത്ത് അത്യാവശ്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അവരുടെ ജൈവ ഘടികാരം ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പലതും മാറിയിട്ടും അവർ മാറിയിട്ടില്ല. അപ്പം വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ആ കൃത്യമായ രീതിയിൽ വേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തേനീച്ച കൃഷി വിജയിപ്പിച്ചുകൊണ്ടാണ്. എനിക്ക് കൂടുതൽ നൗലിയേട്ടനോട് അറിയാവുന്നതുകൊണ്ട് ഞാൻ നൗലിയേട്ടനോട് പേരെടുത്ത് ചോദിച്ചും പറഞ്ഞിങ്ങനെ പറയുന്നതുള്ളൂ. നൗലിയേട്ടന് തന്നെ അറിയാം, കുറേ അധികം തേനീച്ച വളർത്തുന്ന ഒരു കർഷകനാണ്. കൃത്യമായിട്ട് നമ്മൾ എത്ര മഴയൊക്കെ ഉണ്ടെങ്കിലും ശരി, ആ മഴ നമ്മുടെ ഈ സെപ്റ്റംബർ ആയപ്പോഴത്തേന് തന്നെയെ കൂട്ടിനകത്ത് വളർച്ച തുടങ്ങി. അതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അവരുടെ ജൈവ ഘടികാരത്തിന് യാതൊരു മാറ്റം സംഭവിച്ചില്ല. അവർക്ക് സെപ്റ്റംബർ തന്നെയായി. സെപ്റ്റംബറിൽ അത് തേനീച്ച വളരേണ്ട സമയമായി എന്ന് അവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ നമ്മളെന്താ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, സെപ്റ്റംബർ ആയപ്പോഴും മഴയായതുകൊണ്ട് ഇത് വളരാനുള്ള സാധ്യത ഇപ്പം ഇല്ല, മഴക്കാലമല്ലേ. അതുപോലെ തന്നെ അതിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ രീതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണ്ടേ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കെപ്പോഴും അറിയാം, തേനീച്ച കൃഷിയിൽ അവർക്ക് ഏകദേശം 8 മാസക്കാലത്തോളം നമ്മൾ എന്ത് കൊടുത്തേ പറ്റുള്ളൂ, തീറ്റ കൊടുത്തേ പറ്റുള്ളൂ, ഫീഡിങ് നടത്തിയേ പറ്റുള്ളൂ. അതിൽ ക്ഷാമകാലത്ത് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന തീറ്റ ഇച്ചിരി കട്ടി കൂട്ടിയാണ് കൊടുക്കും, അല്ലേ? ശരിയല്ലേ? കട്ടി കൂട്ടിയാണ് കൊടുക്കും. ആ കട്ടി കൂട്ടി കൊടുക്കുന്നത് സെപ്റ്റംബറോടുകൂടി അതിൻ്റെ കട്ടി കുറച്ചില്ല എങ്കിൽ ഇവരുടെ വളർച്ച ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെഴുക് ഉൽപ്പാദിപ്പിച്ച് അവരുടെ അറകൾ പുതുക്കണമെങ്കിൽ തേനീച്ചകൾക്ക് ധാരാളം വെള്ളം വേണം. അത് നമുക്കറിയത്തില്ല, നമുക്ക് പലർക്കും അത് അറിയത്തില്ല. ആ സമയത്ത് നമ്മൾ തേനീച്ചയ്ക്ക് തീറ്റ കൊടുക്കുമ്പോൾ കട്ടി കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വളർച്ച അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരുത്തും. അപ്പം നമ്മളെപ്പോഴും പറയും, ക്ഷാമകാലം ആകുമ്പോൾ 1:0.75, അതായത് 1 കിലോ പഞ്ചസാരയ്ക്ക് 3/4 ലിറ്റർ വെള്ളം മാത്രമേ അതിനകത്ത് ചേർത്ത് തീറ്റയായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത്രയും കട്ടിക്ക് വേണം കൊടുക്കാൻ. അത് മാറി ക്ഷാമകാലം മാറിയതിന് ശേഷം വളർച്ചാ കാലത്തിലേക്ക് വരുമ്പോൾ അത് 1:1 എന്ന തോതിലേക്ക് മാറണം. പല കർഷകരും എന്ത് ചെയ്യുന്നറിയാം, അത് അങ്ങനെ ചെയ്യത്തില്ലെന്നല്ല. ചില കർഷകരാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയും 1:1 തന്നെ പോകും, അല്ലേ? അവിടെയാണ് നമുക്കൊരു പാളിച്ച സംഭവിക്കുന്നത്. ആ 1:1 മഴ കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ കട്ടി കൂട്ടി കൊടുത്തില്ല എങ്കിൽ അതിനെ അവർക്ക് പ്രോസസ്സ് ചെയ്ത് അവർക്ക് ആഹാരമാക്കി മാറ്റുന്നതിന് അവർക്ക് ഊർജ്ജം നിലനിർത്താനും പ്രയാസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, മഴക്കാലം ആകുമ്പോൾ എന്തിനാ കട്ടി കൂട്ടുന്നതാണ്? മഴ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡിക്രീസ് ആവും. അങ്ങനെ ഡിക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് അവരുടെ കൂട്ടിലെ ചൂടിനെ ക്രമീകരിച്ച്, അതായത് 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നുള്ള ആ ചൂട് അങ്ങനെ തന്നെ നിലനിർത്താൻ അവർക്ക് പ്രയാസമാകും. അങ്ങനെ നിലനിർത്താൻ പ്രയാസമാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ശരീരം ചൂടാക്കി ആ കൂട്ടിലെ ചൂടിനെ വർദ്ധിപ്പിക്കും. അങ്ങനെ അവരുടെ ശരീരം ചൂടാക്കി കൂട്ടിലെ ചൂടിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ അവർ കഠിനാധ്വാനം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആഹാരം അവർക്ക്, അല്ലെ ഊർജ്ജം അവർക്ക് ശരീരത്തിലേക്ക് കിട്ടണം. അപ്പോൾ അതനുസരിച്ചുള്ള തീറ്റ അവർക്ക് ലഭ്യമാണ്. ഇതാണ് അതിന് അവിടുത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് നൂളിയേറ്റം പറഞ്ഞത് മഴയാകുമ്പോൾ കട്ടി കൂട്ടി കൊടുത്തേ വെക്കത്തുള്ളൂ, എങ്കിലേ അവർക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കത്തുള്ളൂ, എങ്കിലേ അവർക്ക് ആ കൂടിനെ ചൂടാക്കി ക്രമീകരിച്ച് നിർത്താൻ പറ്റും. ആ ചൂട് ക്രമീകരിച്ച് നിർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച പെതുക്കെയായി സ്ലോ ആവും. അപ്പോൾ അതനുസരിച്ച് വളർച്ച കുറയും. നമ്മൾ പറയും പലപ്പോഴും ഞങ്ങൾ തീറ്റയൊക്കെ കൊടുത്തല്ലോ, എന്നിട്ട് എൻ്റെ കൂടെന്താ അങ്ങോട്ട് വളരാത്തത്. വളരാത്തതിൻ്റെ പിന്നിലെ രഹസ്യം അതാണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ കർഷകർക്കെല്ലാം സംഭവിക്കുന്ന ഒരു നമ്മളെല്ലാം തേനീച്ച വളർത്തും, പക്ഷേ ശാസ്ത്രീയ വളർച്ചയിലേക്ക് നമ്മൾ അങ്ങോട്ട് വരുന്നത്. അതിൻ്റെ പിന്നിൽ എന്താണ് ആ ശാസ്ത്രീയത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ കർഷകരും ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ച് ആ ക്ഷാമകാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ഷാമകാലം കഴിഞ്ഞ് വളർച്ചാ കാലത്തിലേക്ക് വരുമ്പോൾ ആ വളർച്ചാ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ അളവിലുള്ള എന്ത് കൊടുക്കണം, തീറ്റ കൊടുത്തുകൊണ്ടിരിക്കണം. ആ കൊടുക്കുന്ന തീറ്റയ്ക്കകത്ത് അവരുടെ കട്ടിയുടെ നമ്മൾ മുമ്പേ പറഞ്ഞില്ല, അതിന് കോൺസെൻട്രേഷൻ എത്രമാത്രം വേണമെന്നുള്ള അതും നമ്മൾ തീരുമാനിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇതിനെ വളർത്തി കൊണ്ടുപോകാൻ പറ്റും. അത് മാത്രമല്ല, ചില കർഷകരൊക്കെ ചെയ്യുന്ന ചിലൊരു രീതിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തേൻ ഉൽപാദന കാലം കഴിഞ്ഞിട്ടാണല്ലോ നമ്മളുടെ ക്ഷാമകാലത്തിലേക്ക് പോകുന്നത്. ഈ തേൻ ഉൽപാദന കാലം കഴിയുമ്പോൾ തന്നെ ചില ആൾക്കാർ ഇത് വെട്ടി ഒതുക്കി അങ്ങ് ജോലി തീർത്തങ്ങ്. അതും ഏറ്റവും വലിയൊരു തെറ്റായ ഒരു നടപടിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ തേനുൽപാദന കാലം കഴിഞ്ഞ് ആ കൂട്ടിലിപ്പോൾ 6 അടയുണ്ടെങ്കിൽ അതിനൊന്ന് വെട്ടി ഒതുക്കി പഴയ അടയെല്ലാം കളഞ്ഞ് കൂടുതൽ ആണീച്ചയുള്ള അടയും കളഞ്ഞ് നമ്മളൊരു 4 അടയിലേക്ക് ഒതുക്കുന്നുണ്ട് ചില ആൾക്കാർ. അതും ഏറ്റവും വലിയൊരു തെറ്റാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ 2 അടയുടെ സ്ഥലം കാലിയായിട്ട് കിടക്കുക. ഈ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലം കൂടെ അവർക്ക് എന്ത് ചെയ്യണം, ചൂടാക്കി കൊണ്ടുപോകാം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അന്ന് ആദ്യമേ തന്നെ വെട്ടി ഒതുക്കാൻ പാടില്ല. ക്ഷാമകാലത്തിൻ്റെ ഒരു 3/4 ഭാഗം ആയതിനു ശേഷം മാത്രമേ അത് വെട്ടി ഒതുക്കാം. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റൂ. അപ്പം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ തേനീച്ച വളർത്തുന്നുണ്ട്, കുറേയധികം തേനീച്ചകളുണ്ട് ഇപ്പോൾ. അപ്പം എല്ലാ ദിവസങ്ങളിലും തേനീച്ച വളർത്തുന്ന സ്ഥലത്തേക്ക് പോകാൻ, എപ്പിയറിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ജോലിക്കാരെ കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ബീഹാറിൽ പിള്ളേരെ കിട്ടിയത് 4 പിള്ളേരെ കിട്ടിയിട്ടുണ്ട് ബീഹാറിൽ. അവിടെ നന്നായിട്ട് തേനീച്ച വളർത്തുന്നതാണ് നമ്മളെക്കാളും. അവർ ഇറ്റാലിയനും നമ്മുടെ ഇന്ത്യനും ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഏതായാലും ഒരു 4 പിള്ളേരെ കിട്ടി. അവിടെ പണി കുറവായുണ്ട് പിള്ളേരിങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുക. ഇവിടെ റബ്ബറിൻ്റെ ടാപ്പിങ്ങിന് വന്ന് ഇവർ ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ അവിടെ വന്ന് നിന്ന് നമ്മളോട് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ നല്ല ഹിന്ദിയിൽ അവർ സംസാരിക്കും. അപ്പോൾ ഞാനും തിരിച്ച് ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ച മഹാരാഷ്ട്രയിൽ, അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാമെന്ന് ഞാൻ തിരിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആശയം വിനിമയം നടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പണി അറിയാമല്ലോ, ഇത് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാർ ഞങ്ങൾ അവിടെ ഈ പണികളൊക്കെ ചേർത്ത് ഞങ്ങൾക്ക് അവിടെ പണി കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ ആകുമ്പോൾ ജോലി കിട്ടും, അതുകൊണ്ട് ഞങ്ങളിവിടെ വന്നിപ്പോൾ റബ്ബർ ടാപ്പിംഗ് ആണെന്ന് പറയാം. അങ്ങനെ അന്വേഷിച്ചപ്പോഴറിയുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞ പിള്ളേരും 4 പേരും എൻ്റെ ഒരു വല്യപ്പച്ചൻ്റെ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി റബ്ബറിൻ്റെ ടാപ്പിങ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം എനിക്ക് വേണ്ടിയിട്ട് പണിക്ക് ചെയ്യും, ബാക്കി 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പം അവരെയും കൂടെ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യും, പെട്ടെന്ന് വർക്ക് ചെയ്യും. നമ്മൾ ചെന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് കൂടുതൽ സമയം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായ പരിപാലനം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തേനീച്ച കൃഷി നമുക്ക് വിജയിപ്പിച്ചു കൊണ്ടാകും. ഇനിയും തേനീച്ച കൃഷിയിൽ അതിന് വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ തൊട്ട് ഏകദേശം ഡിസംബർ വരെ വരുന്ന കാലയളവ്. ഈ കാലയളവിൽ മഴയാണെങ്കിൽ പോലും ആ മഴയില്ലാത്ത ദിവസം ഇവർ നന്നായിട്ട് പുറത്തു പോയി പൂമ്പൊടി എടുത്തുകൊണ്ട് നമുക്ക് കാണാം. മഴയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇവർ പുറത്തിറങ്ങാതിരിക്കുന്നു. ആ വളർച്ച ഉണ്ടാകാൻ നന്നായിട്ട് നനയാതെ ഈർപ്പമില്ലാതെ സൗകര്യപ്രദമായിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലത്താണ് അവർ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ തേനീച്ചക്കൂട് എത്ര മഴയാണെങ്കിലും വളരെ നമുക്ക് കാണാം. ആ തേനീച്ചക്കൂട്ടിലെ പ്രവർത്തനം നന്നായിട്ട് നടക്കും. മഴ തോരുന്ന സമയത്ത് അത് ഇറങ്ങിപ്പോകും. നമുക്കത് കാണാൻ പറ്റും. നമ്മൾ തേനീച്ചക്കൂടിൻ്റെ ഭാഗം നിന്ന് ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വളർച്ചാ കാലഘട്ടം തുടങ്ങാന്ന് പറഞ്ഞാൽ, അപ്പം നമുക്കറിയാം നമ്മുടെ ക്ഷാമകാലം കഴിഞ്ഞു. അതിനകത്തൊരു 6 അട ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പഴക്കം ചെന്നൊരു അട ഇടത്തെ ഭാഗത്തുണ്ടാവും. ഏറ്റവും വലത്തെ അറ്റത്ത് കിടക്കുന്ന അട ഏറ്റവും പുതിയ അട, അതിനകത്ത് കൂടുതൽ ആണീച്ചയുടെ മുട്ടയായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഇല്ലേ? ഞാനൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് ഉണ്ടോ? പറ, വിശദീകരിക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേനീച്ചക്കൂട്ടിൽ ഒരു റാണി
ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഈ റാണിക്കാണ് മുട്ടയിടാനുള്ള കഴിവ്. റാണിക്ക് മുട്ടയിടാനുള്ള കഴിവുണ്ട്, പിന്നെ ആർക്കുണ്ട്? വേലക്കാരികൾക്കും ഉണ്ട്. എപ്പോഴേ വേലക്കാരി മുട്ടയിടുള്ളൂ? റാണി നശിച്ച് റാണി ഇല്ല എന്നവർക്ക് ബോധ്യം വേണം. എന്ന് പറഞ്ഞാൽ ആ കൂട്ടിൽ റാണിയുടെ ഫെറോമോൺ മണം നഷ്ടപ്പെട്ട് പോയാൽ മാത്രം, ഒരിക്കലും കിട്ടുന്നില്ല എങ്കിൽ മാത്രമേ അവർ മുട്ടയിടുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഓവറി വളരാൻ തുടങ്ങും, അവർ മുട്ടയിടാൻ തുടങ്ങും. അവർ മുട്ടയിടാൻ തുടങ്ങിയാൽ ഏത് മുട്ടയായിരിക്കും ഇടുന്നത്? അതായത് ബീജസങ്കലനം നടക്കാത്ത മുട്ട. അത് വിരിഞ്ഞു വരുന്നാൽ ആണീച്ച. ആ ആണീച്ചകൾക്ക് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ആണും അല്ല പെണ്ണുമല്ല, അങ്ങനെ ഒരു വർഗമായിട്ട് അത് മാറും. അതോടുകൂടി കൂട് നശിച്ചു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ നമ്മുടെ റാണി ഉള്ള ഒരു കൂടാണ്. റാണിക്ക് അവിടെ പ്രത്യുൽപാദന ശേഷി ഉള്ള കഴിവുള്ള പ്രത്യുൽപാദന ശേഷിയുള്ള മുട്ടയിടാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മളൊരു തേനീച്ചപ്പെട്ടിയുടെ പുറകിൽ പോയി നിന്നാൽ, അതിൻ്റെ വാതിൽ ഫ്രണ്ടിലായിരിക്കും, അതിൻ്റെ ബാക്കിൽ പോയി നിന്നാൽ നമ്മുടെ ഇടത് കൈ വശത്ത് വരുന്ന ഏറ്റവും ഇടത്തെ അറ്റം കിടക്കുന്ന അടയായിരിക്കും ആ പെട്ടിയിലെ ഏറ്റവും പഴക്കം ചെന്ന അട. അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ ക്രമീകരിച്ചപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇപ്പം അടുത്തൊരു പെട്ടിയിലേക്ക് പിരിച്ചു വെക്കുമ്പോഴും നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഏറ്റവും ഇടത്തെ അറ്റത്തെ ഇതേ വെക്കുള്ളൂ. അതിനകത്ത് ഏറ്റവും പഴക്കം ചെന്ന അട, അല്ലെങ്കിൽ ഏറ്റവും പ്രായം ഉള്ളത്. പിന്നെ വലത്തെ സൈഡിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ അതേ രീതിയിലാണ് ക്രമീകരിക്കും. കാരണം ആ അട വെച്ചിരിക്കുന്ന അതേ രീതിയിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പം തേനീച്ചക്കൂട്ടിൽ തേനീച്ചകളുടെ അടകൾ തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ബീ സ്പേസ് എന്ന് പറയും. രണ്ട് തേനീച്ചകൾക്ക് പുറംതിരിഞ്ഞിരിക്കാനുള്ള സ്ഥലം. എങ്കിൽ മാത്രമേ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അകലെ ഒരു ക്രമീകരിച്ച് അട പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത് അടുത്ത പെട്ടിയിലേക്ക് വെക്കുമ്പോഴും അങ്ങനെ തന്നെ സ്ഥാനത്ത് ഒരു പഴയ സ്ഥാനം പോലെ തന്നെ അതിനെ ക്രമീകരിച്ച് കൊടുത്താലേ അവർക്ക് ആ കൂടുതൽ പെട്ടെന്ന് അവർക്ക് ആക്ടിവേറ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പഴക്കം ചെന്ന അട അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു തേനീച്ചയുടെ കൂട്ടിലെ ഒരു റാണി ഒരറയിൽ 13 പ്രാവശ്യം മുട്ടയിടും. എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷൻ 13 പ്രാവശ്യം. ഓരോ പ്രാവശ്യം മുട്ടയിട്ട് കുഞ്ഞു വിരിയുമ്പോഴും ആ അറയുടെ ഭിത്തിയൊക്കെ അവരൊന്ന് വൃത്തിയാക്കും. ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി അതിനകത്തിരിക്കുന്ന ഇവരുടെ ശൽക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം അത് കുറച്ച് മെഴുക് പൂശി അതിനൊന്ന് പുതുക്കി കഴിയുമ്പോൾ ആരും മുട്ടയിടുകയുള്ളൂ, റാണി അതിനകത്തേക്ക് മുട്ടയിടുകയുള്ളൂ. അങ്ങനെ 13 പ്രാവശ്യത്തെ ഓറിയൻറ്റേഷൻ കഴിയുന്നതോടുകൂടി ആ അട എന്ത് ചെയ്യും, അവർ ഉപേക്ഷിക്കും. അപ്പോൾ ഏറ്റവും ഇടത്തെ അറ്റത്ത് കിടക്കുന്ന അട ഏകദേശം ഒരു 13 ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് ആ അടയിലെ അറകൾ പിന്നെ പുതുക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ല. പതുങ്ങി ഇച്ചിരി ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ, അല്ല അറയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത്രമേ കാണുള്ളൂ. പക്ഷെ മുകൾ ഭാഗത്ത് നിറച്ച് തേനോ അല്ലെങ്കിൽ പഞ്ചസാര പാനിയോ ഒക്കെ നിറച്ചേക്കുന്നതാണ്. പിന്നെ ചെറിയ അറകൾക്കുള്ളിൽ കുറച്ച് പൂമ്പൊടിയും പൂമ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ബീ ബ്രെഡ് കൊണ്ടുവച്ചേക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്കറിയാവുന്ന. അപ്പോൾ ആ ഇടത്തെ അറ്റത്തെ അടയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമുക്ക് അതിനകത്ത് വലിയ മുട്ടയും പുഴും കാണത്തില്ല, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ? അങ്ങനെയുള്ള അടയെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കുമ്പോഴും എൻ്റെ ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആട മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അതിന് മുകൾ ഭാഗത്തിരിക്കുന്ന പഞ്ചസാര പാനിയുള്ള ഭാഗം എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ എടുത്ത് അല്ല സൂപ്പറിലല്ല അതെടുത്ത് വലത്തെ അറ്റത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ഏത് ഭാഗമേ ഉള്ളൂ, ആ തേൻ ഇരിക്കുന്ന താഴ്ഭാഗം മാത്രം കട്ട് ചെയ്തത്. എന്താണെന്ന് അറിയാം, ഇവർ ഓൾറെഡി കൊണ്ട് നിറച്ച് വെച്ചിരിക്കാൻ പഞ്ചസാര പാനി നമുക്ക് കളയണ്ട, അതവർക്ക് തീറ്റയായിട്ട് തന്നെ കണ്ടേ. ഞാനും കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിലായിരുന്നു. ഈ ബീഹാരി പിള്ളേരെ എനിക്കത് ഐഡിയ ആണ്, സാറേ അത്രയും കളയണ്ട, അതവിടെ ഇരുന്നോട്ടെ, അത് തീറ്റ അവർ കുടിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുത്ത് നമുക്ക് കളയാം എന്ന് പറഞ്ഞു. അത് കളയേണ്ടി വരത്തില്ല, അവരെന്ത് ചെയ്യുന്നറിയാം, കുടിച്ചു കഴിഞ്ഞാൽ അവരത് പുതുക്കാൻ തുടങ്ങും. അതിനോട് ചേർന്ന് താഴോട്ട് നല്ല പുതിയ അട കെട്ടാൻ തുടങ്ങും. ആ ചേർത്ത് കെട്ടിക്കൊണ്ടിരുന്നതാണ്. അതിനകത്ത് നിറച്ച് മുട്ടയിടുകയും ചെയ്യും. അപ്പം ഏറ്റവും ഇടത്തെ അറ്റത്തെ അട നമ്മൾ വെട്ടണം. പിന്നെ ഏറ്റവും വലത്തെ അറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം വളർച്ചാ കാലഘട്ടം കഴിഞ്ഞ് ഉൽപ്പാദന കാലത്തിലേക്ക് വരുമ്പോൾ ഇവർ മാക്സിമം മുട്ടയിടാവുന്ന അത്രയും മുട്ടയിടും, ഇല്ലേ? റാണി മാക്സിമം മുട്ടയിടും. അത് വേലക്കാരി ഈച്ചകളുടെ മുട്ടയായിരിക്കും ഇടുന്നത്. ഇട്ട കൂട് നിറഞ്ഞ് അവരെ കൊണ്ടാണ് നമ്മൾ തേനെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനിതകമായിട്ട് അവർക്കൊരു സ്വഭാവമുണ്ട്, കൂട് നിറഞ്ഞാൽ പിരിഞ്ഞു പോകണം, ഇല്ലേ? അങ്ങനെ കൂട് നിറഞ്ഞാൽ പിരിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് പ്രത്യുൽപാദനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പുതിയ റാണി വന്നാൽ അവർക്ക് ഇണ ചേരണമെങ്കിൽ അതിനാവശ്യമായൊരു കുറച്ച് ആണീച്ചകൾ വേണം. അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി അവരെങ്ങനെയുള്ള അറകൾ കിട്ടും, വലത്തെ അറ്റത്തെ അടയിൽ കൂടുതലും ആണീച്ചയുടെ അടകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാകും, തേനീച്ച വളർത്തുന്നവർക്കറിയാം ഏറ്റവും വലത്തെ അറ്റത്ത് കിടക്കുന്ന അട മുഴുവന് ഏത് മുട്ടയായിരിക്കും,
ആണീച്ച മുട്ടയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അറ നമ്മളതിനകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടും യാതൊരു കാര്യമില്ല. കാരണം അതിനകത്ത് പിന്നെയും വീണ്ടും പ്രാണി പോയി മുട്ടയിടുമ്പോൾ ഏത് മുട്ടയായിരിക്കും ഇടുന്നത്? ആണീച്ചയുടെ മുട്ടയായിരിക്കും. അതിന് പല പല ന്യായങ്ങൾ പലരും പറയുന്നുണ്ട്. തേനീച്ചയുടെ റാണി അറയിലേക്ക് അവർ ഉദരം ഇറക്കുമ്പം ആ ഉദരത്തിൻ്റെ സൈഡ് വശത്ത് ഉള്ള സെൻസർ സൈഡ് ഭിത്തിയിൽ മുട്ടുമ്പോഴാണ് അവരറിയുന്നത് ചെറിയ അറയാണോ വലിയ അറയാണോ. ഇങ്ങനെയൊക്കെ ഒത്തിരി സയൻസിനകത്ത് ഒത്തിരി ആൾക്കാർക്ക് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഒരു തേനീച്ചയുടെ റാണി അവളുടെ ആൻറ്റീന കൊണ്ട് ആ അറയുടെ വലിപ്പം അളന്നിട്ടാണ് അതിനകത്തേക്ക് മുട്ടയിടുന്നത്. അല്ല ഈ സെൻസറൊന്നും അവിടെ അങ്ങനെയൊന്നും അല്ല. അവർ ആൻറ്റീനെ അവർക്കൊന്ന് മുട്ടിച്ച് നോക്കിയാൽ മാത്രം മതി അതിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പം അത് നോക്കിയിട്ടാണ് അവർ അതിനകത്തേക്കും മുട്ട നിക്ഷേപിക്കുന്നത്. അപ്പോൾ അവർ പോയി നോക്കുമ്പം വലിപ്പം കൂടി അറിയണമെന്നാണ് അവർ ഏത് മുട്ട ഇടുകയുള്ളൂ. വീണ്ടും ആണീച്ചയുടെ മുട്ട ഇടും. നമുക്ക് ആരെയാണ് വേണ്ടത്? വീണ്ടും വളർച്ചാ കാലഘട്ടമോ നമുക്ക് പെണ്ണീച്ചയാണ് ധാരാളമായിട്ട് വേണം. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലത്തെ അറ്റത്ത് കിടക്കുന്ന അടയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ 2 കാലി ഇടയും നമ്മൾ വലത്തെ അറ്റത്തായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീറ്റ നന്നായിട്ട് കൊടുക്കുക. തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നമുക്കറിയാം സെപ്റ്റംബർ തുടക്കമാകുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പെട്ടിക്കകത്തെ അറകൾ ചെറിയ മഞ്ഞ കളറിലേക്ക് മാറാൻ തുടങ്ങുന്നത്. ആ ബ്ലാക്ക് ആയിട്ടൊക്കെ ഇരുന്ന അറകളൊക്കെ മഞ്ഞ കളറിലേക്ക് മാറാൻ തുടങ്ങും, അല്ലെ ഓഫ് വൈറ്റ് കളറിലേക്ക് മാറാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും? അവർ വളർച്ചാ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവർക്ക് ധാരാളമായ തീറ്റ ലഭ്യമാണ്. അതിന് നമ്മൾ തേനീച്ച കൃഷിയിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം റബ്ബർ തോട്ടങ്ങളിലാണ് അതിൻ്റെ വെക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു റബ്ബർ കൃഷി തുടങ്ങിയ സമയത്തൊക്കെ അങ്ങും ഇങ്ങനെയൊക്കെ തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ തെങ്ങും കിട്ടി. തെങ്ങ് മാത്രമല്ല മറ്റ് പല ചെടികളും നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്നതിൽ പ്രായമുള്ളവർക്കറിയാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ വഴിയെ പോകുമ്പോഴേ ഈ മൺകയ്യാലയിലൊക്കെ ഇഷ്ടംപോലെ കാട്ടുചെടികളുണ്ടായിരുന്നു. ഇഷ്ടംപോലെ അല്ലേ? ഈ ഉപ്പറച്ചന്, പിന്നെ മുള്ളുങ്ക, കൊട്ടയ്ക്ക, വേലിപ്പരുത്തി, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കാണാനുണ്ട്. ഒന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വേലിപ്പരുത്തിയുടെ ഇലയും കൊട്ടക്കയുടെ ഇലയും അതിൻ്റെ കായലിലുള്ള വായിലിട്ട് ചവച്ച് തുപ്പി നല്ല മുറുക്കാൻ മുറുക്കിയ പോലെ ഇരിക്കും. അപ്പോൾ അവിടെ സ്കൂളിൽ ചെന്ന് ഞാൻ നേരത്തെ ചെല്ലും. രാവിലത്തെ ഉള്ള ആഹാരം കൊണ്ട് അമ്മ പുറകിന് വരും. അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ചുണ്ടൊക്കെ നല്ലതായിട്ട് ചുമന്നിരിക്കും. നാക്കിന് കിട്ടണമെന്ന് പറയും. നോക്കുമ്പോൾ നല്ല ചുമന്നിരിക്കും. ഇഷ്ടംപോലെ അടിയും കിട്ടും. ഇപ്പോഴേ ഇത് കാണിക്കാൻ വേണ്ടി എൻ്റെ മക്കളെ വിളിച്ചോണ്ട് ഞാൻ അതേ വഴി കൂടെ പോയിട്ട് ആ സാധനം കാണാനില്ല. അതാണ് അവസ്ഥ എന്നാണ്. ചെടികളെല്ലാം നശിച്ചു. അപ്പോൾ ആ തേനീച്ചകൾക്ക് പൂമ്പൊടി പോലെ തന്നെ തേൻ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പൂമ്പൊടി. പൂമ്പൊടി ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ? വളരത്തുള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തേനീച്ചക്കൂട്ടിലെ പുഴുവിന് പൂമ്പൊടി നൽകുന്നതോടുകൂടി അവന് 6 ദിവസം കൊണ്ട് അവൾ 36 ഇരട്ടി വളർച്ചയിലേക്ക്. അവരുടെ മസിൽസ് വളരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടീൻ അവർ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം. നമ്മൾ ഈ പൂമ്പൊടി എടുത്ത് നമ്മൾ കഴിച്ചാലും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും അടുത്ത് നടത്തിയിരിക്കുന്ന ഒരു കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേനീച്ചകളുടെ കൂട്ടിൽ നിന്ന് ലഭ്യമാകുന്ന പൂമ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ പോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റും. പോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ വീക്കമുള്ള പേഷ്യൻസിന് ഇപ്പോൾ ഡോക്ടേഴ്സ് അങ്ങോട്ട് നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് പിന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു മെഡിസിനും കൂടിയായി ഈ നമ്മുടെ തേനീച്ചക്കൂട്ടിൽ നിന്ന് ലഭിക്കുന്ന പൂമ്പൊടി. അതുകൊണ്ട് ഇപ്പം വളരെ ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. മുമ്പത്തേക്കാളൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂമ്പൊടിയുടെ ലഭ്യത കുറവ് വരും. ഈ സെപ്റ്റംബർ മാസത്തിൽ മഴയുള്ളപ്പോഴും പൂമ്പൊടി ലഭ്യമാകുന്ന ചെടികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ല. ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളിലാണ് നമ്മുടെ പെട്ടി വെച്ചിരിക്കുന്നതെങ്കിൽ ചുമ്മാതെ എവിടെയെങ്കിലും ഒരു തരം കുത്തിയിട്ട് അതിനകത്ത് 4 മത്ത നട്ടില്ല. കാരണം മത്തയുടെ പൂ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം പോകത്തില്ല. വെള്ളം പോകാത്തതുകൊണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? പൂമ്പൊടി ലഭ്യമാണ്. ഞാൻ എൻ്റെ തേനീച്ചപ്പെട്ടി വെച്ചിരിക്കുന്ന ഓരോ പറമ്പിലും, ഞാൻ എൻ്റെ പെട്ടി ഇപ്പോൾ ഇരിക്കുന്ന പുല്ലൂരിനടുത്ത് ഉറുകുന്നെന്ന് പറയുന്ന സ്ഥലം, പല വീടുകളാണ്. എൻ്റെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് പല വീട്. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ വെച്ചോന്ന് പറയും. വെച്ചോന്ന് പറഞ്ഞ് പെട്ടി അവിടെ കൊണ്ടുവച്ചാൽ പിറ്റേ ദിവസത്തെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാനും ഈ പിള്ളേരും കൂടെ പോയിട്ടുണ്ടെന്നറിയാം ഒരു 10 മൂട് മത്തം നട്ടു. തണക്കമ്പോൾ ഒരു പറമ്പിൽ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അവിടെ സമ്മതിക്കത്തില്ല. നമുക്ക് വേസ്റ്റ് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഇതൊരു പറമ്പിൽ ഇപ്പോൾ സാറിൻ്റെ പറമ്പിൽ ഞാൻ കൊണ്ടുവെക്കുന്നെങ്കിൽ ഞാനിവിടെ തണക്കപ്പോൾ വെച്ചിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോഴത്തേന് 1 വർഷം കഴിയും. ഇതെന്ന് പറഞ്ഞാൽ നട്ടൊരു 60 ദിവസം ആകുമ്പോഴത്തേന് പൂവായി പടന്നു കിടക്കും. കൂടുതൽ ആൺപൂവായിരിക്കും, അങ്ങും ഇങ്ങും പെൺപൂവും പിടിക്കും. അങ്ങനെ വരുമ്പോഴെന്താ പറയുക, നമ്മൾ തേനീച്ചപ്പെട്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ബോണസും കൂടെയാണ്, മത്തങ്ങയും കൂടെ. കാരണം നമ്മുടെ തേനീച്ച ഉള്ളതുകൊണ്ട് നല്ലപോലെ പരാഗണം നടക്കും. നല്ലതായിട്ട് പരാഗണം നടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് അതിനകത്ത് കായ പിടിക്കും.
അവർക്ക് കിട്ടുകയും ചെയ്യും. നമ്മളാ നട്ടിട്ടത്, പക്ഷെ അവർ പരിപാലിച്ചു. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ കൂടെ അങ്ങനെ പൂ കിട്ടുന്ന ചില ചെടികളൊക്കെ നമ്മൾ കൊണ്ട് പലയിടത്തും നട്ടുപിടിക്കും. അപ്പോൾ അത് നിങ്ങളും ചെയ്യുന്നത് ഏറ്റവും നല്ലത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേനീച്ചകൾക്ക് പൂമ്പൊടി ലഭ്യമായില്ലെങ്കിൽ വളരത്തില്ലെന്ന് മാത്രമല്ല, അത് തേനീച്ചകൾക്ക് മാത്രമല്ല, അവരെ കൂടുതലും പൂമ്പൊടി തേനീച്ചകൾ ആർക്കാണ് കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് ആ ആഹാരം ലഭ്യമാകാതെ വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പം നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുണ്ട്, അതിന് കൃത്യമായ പോഷകാഹാരമോ അല്ലെങ്കിൽ പോഷകങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പക്വാത പിടിച്ച പോലെ ഇരിക്കും, ഒരാരോഗ്യം കാണത്തില്ല, പഠിക്കാൻ ബുദ്ധി കാണത്തില്ല, ഒന്നും കാണത്തില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യം, സ്വാഭാവികമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് ആഹാരം കിട്ടിയില്ല, കുഞ്ഞുങ്ങൾ ചത്തുപോകും. ഈ കുഞ്ഞുങ്ങൾ ചത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 കുഞ്ഞുങ്ങളെ ചാകുന്നുള്ളായിരിക്കും. ആ ചത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അതിനകത്തിരുന്ന് അഴുകി കഴിയുമ്പോൾ അതിനകത്തേക്ക് എന്ത് വരും? ബാക്ടീരിയ വരും. ആ ബാക്ടീരിയ ആരെ ബാധിക്കും? അടുത്ത കുഞ്ഞുങ്ങളെ ബാധിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, സാറേ എൻ്റെ പെട്ടിക്കകത്ത് പുഴുക്കളെല്ലാം ചത്ത് തല വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഏത് രോഗമാണ്? അപ്പോൾ നമ്മൾ പറയും കണ്ണുറപ്പ്, തലകടി, ഇങ്ങനെ കുറേ പേരൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രോഗമല്ല. അതിൻ്റെ കാരണം നമ്മളുടെ സ്ഥലത്ത് പൂമ്പൊടിയുടെ ലഭ്യത കുറവുകൊണ്ട് ഈ കൂട്ടിലെ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു. ആ ചത്തുപോകുന്ന കുഞ്ഞുങ്ങളെ യഥാസമയം അതിനകത്തുനിന്ന് നീക്കം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് പഴുത്ത് ചലമായി അതിനകത്ത് ബാക്ടീരിയ വളർന്നിട്ട് മുസ്ലിമ പോലോ അല്ലെങ്കിൽ ചോക്ക് ഫോൾ ബ്രൂഡ് പോലോ ഒക്കെ ഉള്ള രോഗങ്ങൾ ഉണ്ടാവും. അത് രണ്ടാമത്തെ ഒരു ഘടകം. ഈ ഒരു കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പലപ്പോഴും. അപ്പം നമ്മൾ മഴക്കാലം കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, അയ്യോ സാറേ ഇങ്ങനെ ഒരു രോഗമാണ്, ഇതുവരെ ഒരു രോഗമില്ലായിരുന്നു. എന്താണെന്നറിയാം? മഴക്കാലം വരെ അവർ ഉള്ളത് കുറേശ്ശായിട്ട് ഉപയോഗിച്ചിരിക്കുക, നമ്മൾ കൊടുക്കുന്ന പഞ്ചസാര പാനി കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മഴക്കാലം കഴിഞ്ഞപ്പോഴാണ് ഇവർ മുട്ടയിടാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഈ കൂട്ടിലിരിക്കുന്ന തീറ്റ പോരാതെ അപ്പോഴാണ് ചാകാൻ തുടങ്ങുന്നത്. അപ്പോൾ രോഗം വരും. പക്ഷെ എന്നിട്ട് എന്ത് പറയുന്നറിയോ? ഈ സമയത്താണ് നമ്മൾ ഈ തേനീച്ചക്കൂട് പിരിച്ചങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങുന്നത്. പിരിച്ചു കൊടുത്ത ആളിന് മണ്ടയ്ക്ക് ഇരിക്കൊന്നുമില്ല. കാരണം രോഗമുള്ള പെട്ടിയായതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സത്യത്തിൽ എന്താ പൂമ്പൊടിയുടെ ലഭ്യത കുറവ്. അതൊരു വലിയ കാര്യം തന്നെ. ആ ഡെഫിഷ്യൻസി ഒരു വലിയ ഡെഫിഷ്യൻസി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, പൂമ്പൊടി ലഭ്യമാകുന്ന ചെടികൾ മാക്സിമം വെച്ച് കൊടുക്കും. നമ്മൾ തേനീച്ച കർഷകർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് പറ്റിയ ചെടി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചു ധാരാളം. 10 മണി ഏറ്റവും നല്ലൊരു ചെടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ പൂമ്പൊടി ലഭ്യമാകുന്നുണ്ട്. ഏതാ? വിശറിപ്പന. അത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തൈ കൊണ്ടൊന്നും നമ്മുടെ പറമ്പിൽ നടണ്ട, റോഡരികിൽ നട്ടു കൊടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയുമായിരിക്കും. നമ്മളിങ്ങോട്ട് വരുമ്പോൾ മുത്തോളി എന്ന് പറയുന്ന സ്ഥലമില്ലേ, നമ്മുടെ പാലായിക്ക് വരുന്നത്, അവിടെ അവർ റോഡ് സൈഡ് ഉണ്ട് നന്നായിട്ട് ക്രമീകരിച്ചിട്ടില്ല. എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് ക്രമീകരിച്ച് കൊടുക്കാമെങ്കിൽ എത്ര ഭംഗിയായിരിക്കും. ഓരോ തേനീച്ച കർഷകരും അതിന് തയ്യാറായാൽ മതി. നമ്മുടെ നാടും നല്ലതാവും. ഈ ചപ്പയോർ ഇപ്പം നമ്മുടെ വീടിൻ്റെ സമീപത്തുള്ള റോഡിൽ നമ്മൾ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നിൽക്കുക. പിന്നെ അവിടെ കൊണ്ട് ആരെങ്കിലും വേസ്റ്റ് കൊടുക്കും, ഇടത്തില്ല. അപ്പോൾ എന്ന് പറയുന്നത് ഓരോരുത്തരും അങ്ങനെ ശ്രമിക്കുകയാണ്. നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ തേനീച്ചയ്ക്ക് ആവശ്യമായ ആഹാരം ലഭിക്കും. അത് നമ്മളെല്ലാവരും മുൻകൈ എടുക്കണം. അതേ എനിക്ക് പറയാം ഇതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ക്ഷാമകാലം കഴിഞ്ഞു, നമ്മൾ അട വെട്ടി ഒതുക്കി അതിനെ നമ്മൾ എന്ത് ചെയ്തു? തീറ്റ കൊടുത്ത് അടുത്ത നമുക്ക് പിരിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആക്കിക്കൊണ്ടുവരിക. അപ്പോൾ 2 ഫ്രെയിമിലെ അട നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പം നിലവിലിപ്പോൾ എത്ര അടയേ ഉള്ളൂ? 4 അടയേ ഉള്ളൂ. നമുക്ക് 6 അട സെപ്റ്റംബറിൻ്റെ തുടക്കത്തിൽ, അതായത് ഓഗസ്റ്റ് അവസാനം, അതെ തുടക്കത്തിൽ ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് കഴിയുമ്പോൾ വെട്ടി ഒതുക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നന്നായ രീതിയിൽ തീറ്റ നമ്മൾ പറഞ്ഞ 1:1 എന്ന തോതിലേക്ക് അങ്ങോട്ട് തീറ്റ കൊടുക്കുകയാണെങ്കിൽ അവർ പെരുക്കം പുതിയ ഇട കെട്ടാൻ തുടങ്ങും. മതി ഒരാഴ്ചയിൽ ഒരു ദിവസം. പക്ഷെ കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പഠിപ്പിച്ച ഇവിടെ ഒരു സ്ഥലത്താണ് പഠിപ്പിച്ചിട്ട് പോരുക. ഞാൻ എറണാകുളത്ത് നമ്മുടെ കളമശ്ശേരി ആ ഭാഗത്തിനടുത്ത് അവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ചിട്ട് പോരുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിരുന്നു, ഒരു തേനീച്ചക്കൂടിൽ ഏറ്റവും കുറഞ്ഞത് 250 ഗ്രാം പഞ്ചസാരയെങ്കിലും ഒരാഴ്ചയെ കൊടുത്തിരിക്കും. ഞങ്ങളിപ്പോൾ എന്നെപ്പോലുള്ള കർഷകരിപ്പം എനിക്ക്
നൗലിനും ഒക്കെ കൊടുക്കുമ്പോൾ 400 ഗ്രാം വരെ കൊടുക്കും ഇല്ലേ? എന്നാലേ വളരെ തൊട്ട് ഈ 400 ഗ്രാം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയാം വീട്ടിൽ പോലും പഞ്ചസാരയും പിന്നെ എങ്ങനെയാ എന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ചുരുക്കി 250 ഗ്രാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കുമ്പോൾ 400 ഗ്രാം തന്നെ കൊടുക്കും. 2 വലിയ ചിരട്ട വെച്ചിട്ട് അതിനകത്ത് നിറച്ചു കൊടുക്കും. അങ്ങനെയാണ് കൊടുക്കുന്നത്. എങ്കിലും അവർ വളരത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ എറണാകുളത്ത് ഇത് പഠിപ്പിച്ചിട്ട് പോകും. പഞ്ചസാര അതിന് ഇപ്പം 400 ഗ്രാം പഞ്ചസാരയാണെങ്കിൽ 400 ml വെള്ളം കൂടെ ചേർത്ത് വേണം ഈ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി കൊടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ 1:1. അത് രണ്ടും കൂടെ ലയിപ്പിച്ചാലും നമുക്ക് ആ 400 ml കാണത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും കാണത്തില്ല. ഇച്ചിരി ഒരല്പത്തിലൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. 400 ml തന്നെ കാണുള്ളൂ. അത് 2 പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ എറണാകുളത്ത് പഠിപ്പിച്ചിട്ട് പോയി. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ അവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു വ്ളോഗറോ മറ്റോ അത് യൂട്യൂബിലോ ഒക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനകത്തൊരു കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കോട്ടിക്കോർപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം തേനീച്ചപ്പെട്ടി കിട്ടിയിരുന്നു. അതിങ്ങനെയായിരുന്നു. ഞാൻ ഇന്നപോലെ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നതിന് പഞ്ചസാര തീറ്റ കൊടുക്കാനാണ്. അങ്ങനെ തീറ്റ കൊടുക്കാൻ അപ്പം അതിന് അവർ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമിഴ്ന്ന് പോകാതെ ചരിഞ്ഞു പോകാതിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഡ്രിങ്ക്സ് വരുന്ന നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് വരുന്ന കുപ്പിയിൽ അതിന് ചുവട് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അത് മുറിച്ചങ്ങ് വെച്ചാൽ എന്നിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് 2-3 കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ശരിയാ, ഓക്കെ. പക്ഷേ ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇത് തോന്നി. ഞാൻ ആ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കും. കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വന്നു. എന്താ വെച്ചാൽ അവരെടുത്തോണ്ട് എത്ര ഈ 250 ml കൊള്ളുന്ന ചെറിയ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ എന്താ പറയുന്നത് കുപ്പി എടുക്കുന്നത്. എന്നിട്ട് അതൊരു 1.5 ഇഞ്ച് പൊക്കത്തിൽ വെച്ച് മുറിച്ച് കളഞ്ഞു. അപ്പോൾ ആ ചുവട് എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് എത്ര കൊള്ളും? അത്രയും 2 എണ്ണം വെച്ച് കൊടുത്താലും ഒരു 100 ഗ്രാമേ അതിനകത്ത് കൊള്ളത്തുള്ളൂ. അത് കൊടുത്താൽ ഏത് തേനീച്ചയാണ് വളരുന്നത്? അവർക്ക് ഒരാഴ്ചയിലേക്ക് 400 ഗ്രാം കൊടുത്താൽ തന്നെ പിറ്റേ ദിവസം നേരം കൊടുക്കുമ്പോൾ കാണത്തില്ല. അങ്ങനെയുള്ളിടത്താണ് ഇത് ഇത്രയും മാത്രം. എന്നിട്ട് ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത പരാതി ആയിരിക്കും നിങ്ങൾ തേനീച്ചപ്പെട്ടി കൊണ്ടുവന്ന് വളർന്നിട്ടില്ല. അടുത്ത പരാതി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അവർ ആ തേനീച്ചപ്പെട്ടി കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നതൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് അതിശയം തോന്നി. കാരണം എനിക്കൊരു നാണക്കേട് കേട്ടോ. ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് വന്നു. ഞാൻ ഇപ്പോൾ കാണുന്ന ഒരാൾ വിചാരിക്കും പഠിപ്പിച്ചിട്ട് പോയ ആൾ ഇങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചേക്കുന്നത്. അങ്ങനെ ഒരു ഇതാണ്. ഞാൻ പിന്നെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പിൻവലിക്കുക. കാരണം അങ്ങനെയല്ല, അത് മറ്റുള്ളവരെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തേനീച്ചപ്പെട്ടിക്കകത്ത് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന അളവ് തന്നെ കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ 400 ഗ്രാം കൊടുത്താൽ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഒരു തേനീച്ചപ്പെട്ടി വളർത്തുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും 400 ഗ്രാം എന്ന് പറയുമ്പം മാസത്തിൽ എത്രയേ വരുന്നുള്ളൂ? 1.5 കിലോ മാക്സിമം 1.5 കിലോ അല്ലെ 1.600. അത് ഒരു 8 മാസം കൊടുക്കുമ്പോൾ എത്ര വരും? ഏകദേശം 14 കിലോ 15 കിലോയ്ക്ക് അടുത്ത് പഞ്ചസാര നമുക്ക് വേണ്ടി. ഇപ്പോഴത്തെ വില വെച്ച് നോക്കി കഴിഞ്ഞാൽ 600 രൂപ, അതിൽ കൂടെ അല്ലെങ്കിൽ 700 രൂപ അത്രേ വരുന്നു. അത് കൊടുക്കുമ്പം നമ്മുടെ ആ ഒരു പെട്ടി വളർന്ന് ഏകദേശം 4 പെട്ടിയായിട്ട് മാറിയിരിക്കും. അപ്പോൾ അന്നേരം 4 പെട്ടിയായിട്ട് മാറുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു 1500 രൂപയുടെ പഞ്ചസാര നമുക്ക് ചിലവ് വരും ഒരു വർഷത്തെ. ഈ 1500 രൂപയുടെ പഞ്ചസാരയ്ക്ക് നമ്മൾ ചിലവ് വരുമ്പോൾ നമ്മുടെ 4 പെട്ടി വളർന്ന് നന്നായിട്ട് നിറഞ്ഞു നിൽക്കും. ആ 4 പെട്ടിയും നമ്മൾ 4 സ്ഥലത്തായിട്ട് വെച്ച് അതിൽ നിന്ന് തേൻ ലഭ്യമാകുന്നു. നമുക്ക് കൃത്യമായ രീതിയിൽ വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ എത്രയ്ക്കായാലും വലിയ അടമഴ വരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടാനുള്ള തേൻ കിട്ടി. ഇവിടെ എന്ത് പറ്റുന്നറിയാം, ഇപ്പോൾ കർഷകരെല്ലാം ശ്രമിക്കത്തില്ല, പെതുക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പെതുക്കെ വളർന്നു വരത്തുള്ളൂ. പ്രകൃതിയിൽ തേനായി വരുന്നതിന് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കെട്ടിക്കൊടുക്കണം. പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലിൽ റബ്ബറിൻ്റെ ഇല തളിരിട്ട് വരുന്നതല്ലേ ഉള്ളൂ, വരാൻ സമയമാകുന്നേ ഉള്ളൂ, പെതുക്കെ മതി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ തേനീച്ചകൾക്കറിയാം റബ്ബറിൻ്റെ തളിരിടുന്നതിന് മുമ്പേ വേറെ തേൻ കിട്ടുന്ന സ്ഥലമുണ്ട്. അവരവിടെ നിന്നൊക്കെ തേൻ സംഭരിക്കാൻ തുടങ്ങും. അത് നമ്മൾ കൃത്യമായിട്ട് വെച്ച് കൊടുത്ത് തീറ്റയും കൊടുത്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ തളിരിൽ നിന്ന് തേൻ ലഭ്യമാകുന്നതിന് മുന്നേ തന്നെ അവർ തേൻ കൊണ്ടുവരാൻ തുടങ്ങും. അത് മാത്രമല്ല, റബ്ബറിൽ നിന്ന് തളിര് വരുമ്പോൾ പെട്ടെന്ന് അവർ കൊണ്ടുവരികയും വിളിച്ചു. പക്ഷെ അന്നേരത്തേക്ക് അതിന് മുമ്പേ നമ്മൾ കെട്ടിക്കൊടുത്ത് നമ്മളതിനെ നന്നാക്കി വളർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കണം, നിറച്ചിരിക്കണം. അതാണ് നമ്മളുടെ ചുമതല എന്ന് പറയുന്നത്. ആ ഒരു ചുമതലയിലേക്ക് അതിന് നമ്മൾ ഇപ്പോഴേ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് തുടക്കം മുതൽ ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പുതിയതായിട്ടൊരു പെട്ടിയാണ് കിട്ടുന്നെങ്കിൽ അതിനകത്ത് 3 ഫ്രെയിമിൽ തേനീച്ച ഉണ്ടാവും, 3 ഫ്രെയിമിൽ അടയുണ്ടാവും. അത് നിറച്ച് തേനീച്ച, വേലക്കാരി തേനീച്ചകളായിരിക്കും ഏറ്റവും കൂടുതൽ, 90% അത് തന്നെ ആയിരിക്കും. 10% ആണീച്ചകളുമാണ്. ഒരു റാണിയും കാണും. അതായത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവ റാണി അതിനകത്ത് കാണും.
അങ്ങനെ റാണി ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്ത് കൊണ്ടുവെക്കുക. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കൃത്യമായ പരിചരണം എന്ന് പറഞ്ഞാൽ പരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ആവശ്യമായ പൂമ്പൊടി ലഭ്യമാക്കാനുള്ള നടപടി കൂടെ നമ്മൾ നടത്തിയിരിക്കണം. അപ്പം നമ്മുടെ വീട്ടിലെ ചുറ്റുപാടിൽ എന്തെങ്കിലുമൊക്കെ തേൻ ലഭ്യമാകുന്ന അല്ല പൂമ്പൊടി ലഭ്യമാകുന്ന ചെടികളിലൂടെ വെച്ചു കൊടുക്കുക. അതിന് വേറെ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് വെണ്ടയുടെ പൂവ് ഇങ്ങനെ നിൽക്കുന്നു, അത് അതിനകത്തേക്ക് മഴവെള്ളം കയറത്തില്ല, അപ്പോൾ അതിനകത്ത് പൂമ്പൊടി ലഭ്യമാകും. വെണ്ട, മത്ത, കുമ്പളം ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ധാരാളം പൂമ്പൊടി ഇവർക്ക് ലഭ്യമാണ്. പൂമ്പൊടി ലഭ്യമാകുകയും ചെയ്യും, നമുക്ക് അതിൽ നിന്ന് ആദായം ലഭിക്കുകയും കൂടെ ചെയ്യും. നമ്മൾ സാർ ഓർക്കുന്നു അവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു മുളക് അന്ന് സാർ പറിച്ചുകൊണ്ട് പോയിരുന്നു, ഭയങ്കര എരിവുള്ള ഇറക്കുന്നില്ലേ, എന്നും മാത്രം മുളക് ഉണ്ടായിരിക്കും. എടുക്കാൻ വയ്യാത്തല്ല, ചെടിക്ക് എടുക്കാൻ വയ്യാത്തത്രയും മുളക് അതിലുണ്ടായിരിക്കും. കാരണം അതിൻ്റെ ചുറ്റും തേനീച്ചകളാണ്. അപ്പം അങ്ങനെ തേനീച്ചകളെ വെച്ച് നമുക്ക് വളർത്തി വരുമ്പോൾ നമുക്ക് രണ്ടാദായം, ഒന്ന് തേനീച്ച എന്നുള്ള ആദായം, മറ്റൊന്ന് നമ്മുടെ പച്ചക്കറി അല്ലാതെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകുന്നതെന്നുള്ള ആദായം. അപ്പോൾ അവർക്ക് തീറ്റ ലഭ്യമാകുന്ന തരത്തിൽ നിങ്ങൾ ആദ്യം ഒരു ക്രമീകരണം കൂടെ നടത്തിയിട്ട് വേണം പെട്ടി കൊണ്ടുപോകാൻ. അങ്ങനെ പെട്ടി കൊണ്ടുവച്ചാൽ കൃത്യമായ രീതിയിൽ അവർക്ക് പഞ്ചസാര പാനിയും കൂടെ കൊടുത്ത് അവർ വേണ്ട പരിചരണം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തേനീച്ചപ്പെട്ടി വളർന്നു വരും. അപ്പം 3 അടയിലുള്ള തേനീച്ചപ്പെട്ടി അവിടെ കൊണ്ടുവച്ചു, നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1:1 എന്ന തോതിൽ കൊടുക്കുക. അവർ അടുത്ത അട കെട്ടും. അട കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കൈപ്പത്തിയോളം വലുപ്പത്തിൽ അട കെട്ടിയെങ്കിൽ അതിനെടുത്ത് പഴയ 2-3 അടകൾ അതിൻ്റെ ഇടയ്ക്കോട്ട് ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് വരും. 2 വശത്തും അതായത് നേരത്തെ കെട്ടിയിരുന്ന അടയ്ക്കുള്ളിൽ ധാരാളം പഞ്ചസാരപ്പാനി ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ അവർ ഇടയ്ക്കോട്ടിരുന്ന് അട കെട്ടുന്നതായിട്ടാണ്. എന്താണെന്നറിയാം, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന അടയിലെ തേൻ കുടിച്ചിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഊറി വരുന്ന മെഴുകിനെ അവരെടുത്ത് പദം വരുത്തി അവരുടെ ഉമിനീരുമായിട്ട് ചേർത്ത് ക്രിസ്റ്റൽ രൂപത്തിലാക്കി അവർ പെട്ടെന്ന് അട കെട്ടും. അതാണ് അതിൻ്റെ ഒരു അവിടുത്തെ അതിനകത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അതിനെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന 2 അടയിൽ നിന്ന് അവർക്ക് ഭക്ഷണം ലഭിക്കണം. ആ ഭക്ഷണം കുടിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മെഴുക് കൊണ്ട് അവർ അപ്പം തേനീച്ചകൾക്ക് മെഴുക് എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ചയ്ക്ക് ഒരു സ്പൂൺ തേൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, 1 ടീസ്പൂൺ തേൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 12 തേനീച്ചകൾ അവരുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാൽ മാത്രമേ 1 ടീസ്പൂൺ തേൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അതേ തേനീച്ചയ്ക്ക് ഒരു തുള്ളി മെഴുക് അല്ലെങ്കിൽ 1 സ്പൂൺ മെഴുക് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ 13 ഇരട്ടി തേൻ ആഹാരമായിട്ട് കിട്ടും. അതാണ് അവിടുത്തെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ക്ഷാമകാലത്ത് അത്രയും തേനില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തേ പറ്റുള്ളൂ, പഞ്ചസാര. അപ്പം പഞ്ചസാര പാനിയാക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലർക്ക് സംശയം കാണും, സാറേ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണോ? ചിലർ ചോദിക്കും അതിനകത്ത് ഏതെങ്കിലും മറ്റ് എന്താ പറയുന്നത് സാധനങ്ങളിട്ട് തിളപ്പിച്ച് വേണോ കൊടുക്കാൻ? ഇതൊന്നും വേണ്ട. പ്രകൃതി കിട്ടുന്ന തേനീച്ചയ്ക്ക് എവിടെയാണ് മഞ്ഞൾപ്പൊടി ഉള്ളത്? അവർക്ക് പൂന്തേനാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പഞ്ചസാര ആയതുകൊണ്ട് നമുക്കൊരു ഒരു സങ്കടം, അയ്യോ പഞ്ചസാരക്കകത്ത് മറ്റൊന്നും ഇല്ലല്ലോ, അത് ബ്ലീച്ച് ചെയ്ത് വരുന്നതാണല്ലോ, അതിനകത്ത് വൈറ്റമിൻസ് ഇല്ല, മിനറൽസ് ഇല്ല. ഞാനൊക്കെ അതിനോട് ചെയ്യുന്നത് എന്താ പറയുക, പഴകിയ തേൻ കൊണ്ട് 1 സ്പൂൺ തേൻ ചേർക്കും. അപ്പോൾ ഇവർക്ക് ആവശ്യമായ എന്ത് കിട്ടും, വൈറ്റമിൻസും മിനറൽസും മെറ്റൽസും ഒക്കെ അതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ പഞ്ചസാര പാനി കിടക്കുമ്പോൾ അതിനകത്ത് 1 കിലോയ്ക്ക് ഒരു 2 സ്പൂൺ തേനും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്തുനിന്ന് അവർക്ക് ആവശ്യമായുള്ള മൂലകങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രോഗങ്ങളൊന്നും അവർക്ക് ഉണ്ടാകത്തുമില്ല. എന്നാൽ ചില ആൾക്കാരുണ്ട് പഴകിയ തേനീച്ചപ്പുണ്ട്, അത് വെള്ളം കൂടെ ചേർത്തിട്ട് അത് തീറ്റയായിട്ട് കൊടുക്കും തേനീച്ചകൾ. കൊടുക്കും ഞാൻ കണ്ടിട്ടുണ്ട് പല ചില തേനീച്ച കർഷകർ കൊടുക്കും. പക്ഷെ അതുകൊണ്ട് അതെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ തേനീച്ചക്കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വളർച്ച കുറവാണ്. അവർക്ക് വളരാനുള്ള ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് അതിനകത്തില്ല. നമ്മൾ ഈ പഴകിയിരിക്കുന്ന സാധനം ഈ തേൻ പഴകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാം, അതിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കൂടും. അപ്പോഴാണ് തേൻ്റെ കളർ കറുപ്പായിട്ട് മാറുന്നത്. ആ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് ഈ തേനീച്ചകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ പഴകിയ തേൻ ഒത്തിരി പഴകിയ തേൻ ഇപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചുമ്മാ കൊടുത്ത് അങ്ങനെ കൊടുത്ത് തേനീച്ച വളർത്താൻ ശ്രമിക്കരുത്. വളരെ അതിനെന്ത് കൊടുത്തേ പറ്റുള്ളൂ, പഞ്ചസാര തന്നെ കൊടുക്കണം. ഇത് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ കളിയാക്കും, നിങ്ങളൊന്ന് 2 കൂടിനെ അങ്ങനെ 2 തരത്തിലൊന്ന് കൊടുത്തു എന്നിട്ട് വളർച്ച അങ്ങ് കമ്പയർ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പഞ്ചസാര പാനിയും നമ്മൾ വേണമെങ്കിൽ അതിനകത്തേക്ക് 1-2 സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും.
അല്ലാതെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ചില ആൾക്കാരാണെങ്കിൽ കുടങ്ങിലിട്ട് തിളപ്പിച്ച് കൊടുക്കും, അങ്ങനത്തെ പല പല രീതിയിൽ കൊടുക്കും. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വൃത്തിക്കാണ് അവർ ചെയ്യുന്നത്. ഇതൊന്നും വേണ്ട, അവർക്ക് എന്ത് കിട്ടിയാൽ മതി. കൃത്യമായ പഞ്ചസാര പാനി കിട്ടണം, അത് പിന്നെന്ത് കിട്ടണം, പൂമ്പൊടി ലഭ്യമാണ്. ഈ രണ്ട് കാര്യം അവർക്കുണ്ടായിരിക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, തേനീച്ചപ്പെട്ടിയിലെ അടകളെല്ലാം ചേർന്നിരിക്കും, ബി സ്പേസ് കൃത്യമായിരിക്കണം, അപ്പോൾ വളർച്ച നന്നായിട്ടുണ്ടാകും. മാത്രമല്ല തേനീച്ചകൾ കുത്തുന്നത് കുറയും. അകന്ന് കിടക്കുന്ന ഫ്രെയിമുകൾ അകന്നകന്ന് കിടക്കുന്ന പെട്ടിയൊന്ന് തുറന്നു നോക്കി, വളർത്തുന്നവർക്കറിയാമല്ലോ, സെക്കൻഡിൽ കുത്തും. അതേസമയം ചേർന്ന് നിൽക്കുന്നവർ അത്രയും കുത്തത്തില്ല. മാത്രമല്ല കുത്തത്തില്ലെന്നല്ല, അവരെ കൃത്യമായിട്ട് ഇനിയും അതുപോട്ട് പുതുതായി തുടങ്ങാമോ നമ്മുടെ കുട്ടികളുണ്ട്. തേനീച്ചകൾ കുത്തുന്നവരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇല്ലേ? കുത്തുന്നതായിട്ട് നമുക്കറിയാം. തേനീച്ചക്കൂടിൻ്റെ അടുത്തോട്ട് പോകാൻ തന്നെ പലർക്കും പേടിയാണ്, ശരിയല്ലേ? പേടിച്ച് വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ കിട്ടും. അപ്പോൾ തേനീച്ച കൃഷി ചെയ്യാൻ പോകുന്ന ആൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ട എന്താ പറയുക, അവരെ ചെയ്യേണ്ട അവർക്ക് വേണ്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്വഭാവം എന്തായിരിക്കും എന്നറിയാം, തേനീച്ച പേടിക്കാൻ പാടില്ല. പേടിയില്ലാതെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. പേടിക്കുമ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയാം? എന്ത് സംഭവിക്കും? എൻ്റെ കൊച്ചു കൂട്ടുകാർ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ അഡ്രിനാലിൻ ഗ്രന്ഥിയിൽ നിന്ന് ഒരു ഹോർമോൺ പുറപ്പെടാൻ തുടങ്ങും, അത് കോർട്ടിസോൺ എന്ന് പറയും. ഈ കോർട്ടിസോൺ കൂടുതലും നമ്മുടെ കക്ഷത്തിലെ വിയർപ്പിൽ കൂടെ പുറത്തു വരും. നമുക്കറിയാം, സന്തോഷം വരുമ്പോൾ കഷം വിയർക്കും, സങ്കടം വരുമ്പോൾ കഷം വിയർക്കും, ദേഷ്യം വന്നാൽ കഷം വിയർക്കും, ഭയന്നാൽ കഷം വിയർക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഈ 4 കാര്യം വരുമ്പോഴും നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ ഗ്രന്ഥി ഈ പറഞ്ഞ സാധനം ഉൽപ്പാദിപ്പിക്കുക. അത് നമ്മുടെ ശരീരത്തിന് അധികം ആവശ്യമില്ലാത്ത സാധനം. അധികം ആവശ്യമില്ലാത്ത സാധനം ശരീരം എന്ത് ചെയ്യും? വിയർപ്പിൽ കൂടെ പുറത്ത് തള്ളും. അങ്ങനെ പുറത്തേക്ക് തള്ളുമ്പോൾ ഈ പറഞ്ഞ കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ ഘടകത്തെ തേനീച്ചകൾക്ക് പെട്ടെന്ന് മണത്തെടുക്കാൻ. അപ്പം നമ്മൾ ഈ പേടിച്ച് വിറച്ചം കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലായി പേടിച്ച് വരുന്നത് ശത്രുവാണ്. കാരണം അവന് ഒരു സ്നേഹവും ഇല്ലാത്തവനാ, അല്ലെങ്കിൽ ഇത്രയും ധൈര്യക്കുറവിൽ വരത്തില്ല. ഞാൻ നല്ലൊരു സുഹൃത്താണെങ്കിൽ അതുപോലെ കയറി വരുമല്ലോ. അപ്പം അതുകൊണ്ട് പേടിച്ച് വരുന്നവനെ എന്ത് ചെയ്യണം? കുത്തണം. അങ്ങനെ കുത്തുമ്പോൾ ഒരു തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ അവളുടെ കൊമ്പും കുടലും കൂടെ അവിടെ പറഞ്ഞിരിക്കും, വിഷസഞ്ചിയും കൂടെ. മാത്രമല്ല അവളുടെ ഒരു ഫെറോമോൺ മണം അവിടെ പുരട്ടിയിട്ടാണ് പോകുന്നത്. ആ ഫെറോമോൺ മണം എന്ന് പറയുന്നത് അലാം ഫെറോമോൺ. ആ അലാം ഫെറോമോണിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു ശത്രുവിനെ കുത്തിയിട്ടുണ്ട്, നിങ്ങളും പോയി അങ്ങ് ചെന്നാൽ, ഞാൻ ഈ വന്ന വഴിയിൽ ആ മണം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുക, ആ മണം പിടിച്ച് നിങ്ങളങ്ങ് ചെന്നാൽ മതി, ആ ശത്രു അവിടെ നിൽക്കൊണ്ട് അവനെ കുത്തിക്കൊടുക്കുക. അപ്പോൾ ഒരു തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് വന്ന് കുത്തുന്നതിൻ്റെ രഹസ്യമാണ്. അപ്പം പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പോകത്തില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഭയം കളയണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ തേനീച്ചകളെ ഭയക്കുന്നത് സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. ശരിയല്ലേ? ആണോ? എൻ്റെ പുറകെ ഇരിക്കുന്ന കൂട്ടുകാർ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നവരാണ് പെൺകുട്ടികളാണ്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തെ ഏറ്റവും ധൈര്യമുള്ളവരും ഏറ്റവും ധൈര്യശാലികളും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ളവർ ആരാന്നറിയാം? പെൺകുട്ടികളാണ്. എന്നിട്ട് അവർക്കാണ് ഈ പേടി മുഴുവൻ. അവിടുത്തെ ആ വിരോധാഭാസം എന്താണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാകാം. ഞാൻ ചെറിയ കഥ പറയാം പെട്ടെന്ന്, എൻ്റെ ഇടയ്ക്കൊരു മുഷിപ്പ് പറയാൻ വേണ്ടിയിട്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പൂച്ച എന്ന് പറയുന്ന ജീവി കാട്ടിൽ വളർന്ന ജീവിയാണ്, കാട്ടുജീവിയായിരുന്നു, വൈൽഡ് ആനിമലായിരുന്നു. ഇപ്പോഴത് നമ്മുടെ ഡൊമസ്റ്റിക് ആനിമലായി. ഇത് കാട്ടിൽ ജീവിച്ച സമയത്ത് ഇങ്ങനെ ഒരു ദിവസം അത് വഴിയിൽ എന്തോ ഒരു എലിയൊക്കെ പിടിച്ച് തിന്നിട്ട് ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി വഴിയുടെ വക്കത്ത് പോയി ഇങ്ങനെ ഉറങ്ങിയിരുന്നപ്പോൾ ഒരു ബഹളം കിട്ടും. നോക്കിയപ്പോൾ കാട്ടിലെ ഒത്തിരിയും മറ്റ് മൃഗങ്ങളെല്ലാം ഓട്ടം ഭയങ്കരമായിട്ട് ഓടുന്നു, പേടിച്ച് ഓടുന്നു. അപ്പോൾ ഈ പൂച്ച അവരെ തടഞ്ഞു നിർത്തി ചോദിച്ചു, എന്താണ് ഇവിടെ ഓടുന്നത് നിങ്ങളെല്ലാവരും? അത് നീ അറിഞ്ഞില്ലേ, ഇവിടെ കാട്ടിലെ മഹാരാജൻ സിംഹമാണ്, പുള്ളി അവിടുത്തെ ഏറ്റവും വലിയ ധൈര്യശാലി, അയാളുടെ മുന്നിലെങ്ങാനും കണ്ണിപ്പെട്ടു പോയെങ്കിൽ നീ അയാളുടെ ആഹാരം. ഞങ്ങളൊക്കെ അതുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ മുയലും എല്ലാ ജീവികളും ഓട്ടോ. ഈ സിംഹത്തിനെ പേടിച്ചാണ് ഇത് ഓടുന്നതെന്ന് മനസ്സിലായപ്പോൾ പൂച്ച എന്ത് ചെയ്യുന്നറിയാം, റോഡിലോട്ട് ഇറങ്ങി നെഞ്ചും നിരിച്ച് അവിടെ നിന്ന്. സിംഹം വന്നെന്ന് പറയാം, അല്ലയോ മഹാരാജൻ, ഞാനൊരു പാവം പിടിച്ച പൂച്ചയാണ്, പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, ധൈര്യശാലിയാണോ അവരുടെ കൂടെ കൂട്ടുകൂടുന്ന ഇഷ്ടം. അതുകൊണ്ട് താങ്കളുടെ കൂടെ എന്നെ കൂട്ടുകാരനാക്കണം. താങ്കൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ എനിക്ക് തന്നാൽ മതി, ഞാനിങ്ങനെ ഇതിൻ്റെ കൂടെ നടന്നോളാമെന്ന്.
അങ്ങനെ സിംഹത്തിലൂടെ ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെയൊക്കെ നടന്ന് ആ സുഖമായിട്ട് സിംഹം നമുക്കറിയാമല്ലോ, ചില നേതാക്കന്മാരുടെ വാലായിട്ട് പോകുന്നവർ അവരായിരിക്കും പിന്നെ നേതാവ് ഒന്നും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവൻ വലിയ ആളായിട്ട് അവിടെ കളിച്ചൊക്കെ ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം സിംഹരാജൻ ഒരു പാറപ്പുറത്തിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ഇവനും വിചാരിച്ചു സിംഹരാജൻ്റെ അടുത്ത് പോയി ഉറങ്ങാം. ഇച്ചിരി കഴിയുമ്പോൾ സിംഹരാജൻ എഴുന്നേറ്റോടെ ഒറ്റ ഓട്ടം. ചോദിച്ചു, മഹാരാജൻ നിങ്ങളെന്തിനാ ഈ ഓടിപ്പോകുന്നത്? നിങ്ങളല്ലേ ഇവിടുത്തെ ഏറ്റവും എടാ നിനക്കറിയാം ഇവിടെ ഒരു ഒറ്റക്കൊമ്പനുണ്ട്, അവന് ഞാൻ രാജാവ് ഒന്നുള്ള അവനൊരു വിഷയമൊന്നുമല്ല. നടന്നു വരുന്ന വഴി കടന്നു കഴിഞ്ഞാൽ ചവിട്ടി അരച്ച് കൊന്നു കളയും, അതുകൊണ്ട് ജീവൻ വേണേൽ ഓടിക്കളാം. അപ്പം പൂച്ചയ്ക്ക് മനസ്സിലായി ഏറ്റവും മിടുക്കനാരാ ആനയാ. ആ ഒറ്റക്കൊമ്പൻ്റെ അടുക്ക ചെന്ന് വെച്ചാൽ നിങ്ങൾ മടലോ ഓലയൊക്കെ തിന്നെങ്കിൽ അതിൻ്റെ ഒരു വീതം നിന്നാലും മതി, ഞാൻ സസ്യബുക്കായിക്കോളാം. അങ്ങനെ പൂച്ച ആനയുടെ കൂടെ, അങ്ങനെ ആനയും പൂച്ചയും കൂടെ കുറേ നാളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഇവർ രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. നേരം എടുത്ത് നോക്കിയപ്പോൾ ആനയെ കാണാനില്ല. നോക്കിയപ്പോൾ അപ്പുറത്തൊരു കുഴി കിടക്കുക. ചെന്ന് ചോദിച്ചു, ഇതെന്തോ പറ്റി? എടാ നിനക്കറിയുമ്പോ മനുഷ്യനോട് ഒരു വലിയ കുഴി കുത്തി, ഞാൻ രാത്രി എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വീണു പോയി. ഇനിയിപ്പോൾ അവന്മാർ വന്ന് എന്നെ പിടിച്ചോണ്ട്, അപ്പം പൂച്ച ദൂരെ മാറി ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വന്നു ഇതിനെ പിടിച്ച് കരക്ക് കയറ്റി ഒരു വലിയ വട്ടക്കയർ കെട്ടി കൊണ്ടുപോയി. കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ വട്ടക്കയറിൽ നോക്കി ആനയുടെ മുകളിൽ ഒരുത്തൻ കയറി ഇരിക്കൊണ്ട് അവൻ പറയുന്ന ഇടത്താനെ തടി പിടിയാനെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പം പൂച്ചയ്ക്ക് എന്ത് മനസ്സിലായി? ആനേക്കാളിൽ വലിയ കഴിവുള്ള മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ്റെ കൂടെ പൂച്ച കൂടിയത്. അങ്ങനെ പൂച്ച ആ മനുഷ്യൻ്റെ കൂടെ ഒക്കെ കൂടി അവരാണ് വലിയ കൂട്ടായിട്ടൊക്കെ നടന്നു. മനുഷ്യൻ കഴിക്കുന്നതിന് ബാക്കി അപ്പം കൂപ്പിലെ ജോലിയൊക്കെ തീർന്ന് ആനയെ കൊണ്ടുവരുന്ന സ്ഥലത്ത് തളച്ചു അവന് പട്ടയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് വീട്ടുകാരപ്പാണ്. അങ്ങനെ പൂച്ചയും മനുഷ്യനോടും വീട്ടിലേക്ക് വന്നപ്പോഴേ രാത്രി വന്ന വഴിയിൽ പുള്ളിക്കാരൻ ഷാപ്പിൽ കയറി മിനുക്കമൊക്കെ മിനിങ്ങിയിട്ടാണ് വന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ 9-10 മണിയോളമായി. ചെന്ന് കഥകിന് മുട്ടിയപ്പോൾ ഒരാൾ കഥ തുറന്നേച്ച് ചോദിച്ചു, ആഹാ ഇന്നും പഴയപടിയാണ് വന്നേക്കുന്നില്ല, ഒരു കാര്യം ചെയ്ത് തലേനെ ബായി എടുത്ത് മുറ്റത്തോട്ട് ഇട്ട് പറഞ്ഞാൽ അവിടെ കാണാൻ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ വളരെ ഭവ്യതയോടുകൂടി അതെടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് കിടക്കും. അപ്പം പൂച്ച അയാളെ ഒന്ന് നോക്കി അകത്ത് നിൽക്കുന്ന ആളിനെ ഒന്ന്. ഇപ്പം ആരാ ഏറ്റവും ധൈര്യശാലി? ഇനി സ്ത്രീകൾ പേടിയാണെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഏറ്റവും ധൈര്യശാലികളാരാ? അതുകൊണ്ട് പൂച്ച ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ആരുടെ കൂടെ? സ്ത്രീകളുടെ കൂടെ. ആ വീട്ടിൽ അമ്മയുടെയൊക്കെ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ് അവർ. അപ്പം അതിന് പറഞ്ഞാൽ ഏറ്റവും ധൈര്യശാലി സ്ത്രീയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അപ്പോൾ പേടിയില്ലാതെ, ഞാനിത് ചുമ്മാത്ത തമാശയായിട്ട് കഥ പറഞ്ഞെങ്കിൽ അതിന് ഉള്ളിൽ ഒരു സാരാംശം എന്താണെന്ന് വെച്ചാൽ പേടി പാടില്ല. പേടിയില്ലാതെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്താൽ മതി. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നോട്ടിക്കുറിപ്പിൽ കുറേ അധികം പെട്ടി ഇന്നലെ ഉണ്ട്. അതിന് ഒന്ന് മാറ്റണമായിരുന്നു. 70 പെട്ടി മാറ്റണം. ഞാൻ ഇന്നലെ 70 എണ്ണം മതി. ആകെ എനിക്ക് കിട്ടിയത് ഒരു 3 കുത്ത. ഒരു കുത്ത് ഇവിടെ ഒരു കുത്ത് കിട്ടി, കൈയുടെ തുമ്പത്തൊരു കുത്ത് കിട്ടി, ഇവിടെയും കിട്ടി. 3 കുത്ത് കിട്ടി. ഈ 3 കുത്ത് കിട്ടാൻ കാരണം എൻ്റെ അഹങ്കാരം എന്താണെന്നറിയാം? ഇങ്ങനെ നോക്കി ഈ പെട്ടിക്കകത്തിരിക്കും ഈച്ച താഴോട്ട് ഇറക്കണ്ടേ, ഊതിയിട്ട് അവസാനം ഉച്ചയ്ക്കായപ്പോൾ ഊണ് കഴിക്കാൻ വിശന്നിട്ട് പോയി. അഹങ്കാരത്തിന് നിന്ന് ഒരു പെട്ടി എടുത്ത് ഞാൻ താഴോട്ട് ഇങ്ങനെ കൊട്ടി എടുക്കുന്നതിന് വരെ താഴോട്ട് ഇട്ടച്ച് ഈ പെട്ടി ഇങ്ങനെ മാറ്റി. അപ്പോൾ ഈ കൊട്ടി അങ്ങോട്ട് ഇട്ടപ്പോൾ എല്ലാം താഴെ വീണു. പെട്ടി എടുത്തൊക്കെ മാറ്റിയപ്പോൾ അവരെല്ലാം പെറുക്കി ഇവിടെ കയറി, പുതിയ പെട്ടിക്കകത്തോടെ കയറി. പക്ഷേ താഴെ ഇട്ട വഴിയിൽ അവന്മാർക്കൊന്നും നൊന്നുകൊണ്ട് ഒരെണ്ണം ഇവിടെയും കിട്ടി, കൈയുടെ മുമ്പത്ത് ഓരോ കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ആ 70 പെട്ടിയും എടുത്തിട്ട് ഒരൊറ്റ തേനീച്ചപ്പെട്ടി പോലും കുത്താനോ ആക്രമിക്കാനോ വന്നില്ല. കാരണം അവർക്ക് നമ്മൾ ഭയമില്ലാതെ കൈകാര്യം ചെയ്യുന്നു. ഒരു സ്മോക്കർ ഒന്നും ഇല്ലാതെ അത്രയും പെട്ടിയും ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പേ അത് തീർത്തു പോയി. അത് ഇന്ന് എറണാകുളത്തേക്ക് പോകേണ്ട പെട്ടിയായിരുന്നു, അത് റെഡിയാക്കി കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഭയമില്ലാതെ കൈകാര്യം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യൻ തേനീച്ച കുത്തിയൊന്നും നമ്മളാരും ചത്തുപോകത്തൊന്നുമില്ല. ചത്തുപോകും. എന്താ അറിയാം? അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നീര് വെക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പാടില്ല? തേനീച്ച കൃഷി പാടില്ല. കാരണം അവർക്ക് അലർജി. അത് അങ്ങനെയുള്ള വ്യക്തികൾ ഒഴിവാക്കുക. അല്ലാത്ത ആർക്കും വേണേലും എന്ത് ചെയ്യും? തേനീച്ച വളർത്തും. ഇപ്പം എന്നെ കുത്തി, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു കുത്തുണ്ട്, എന്നിട്ട് ഇവിടെ വലിയ നീരൊന്നും ഇല്ല, ചെറുതായിട്ടൊന്നും തണുത്തതേ ഉള്ളൂ. കൈയുടെ തുമ്പിലായിരുന്നുകൊണ്ട് ഇച്ചിരി വേദനയുണ്ട്, രാത്രി നല്ല വേദനയായിരിക്കും. അത് നേരം കൊടുത്തപ്പോൾ അങ്ങ് മാറുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ആദ്യം തുടക്കത്തിലൊക്കെ ഒരു ചെറിയ നീര് വെക്കുന്നു, പിന്നെ അതങ്ങ് മാറും. നീരൊന്നും ഇല്ലാതെ നമ്മൾ നല്ല എന്താ പറയുന്നത് കുത്തിയാലും നമുക്ക് നീരിൻ്റെയോ അല്ല വേദനയൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് നമ്മുടെ ശരീരത്തിൽ തനിയായ ആൻറ്റി വെനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കാതെ. അപ്പം നമ്മൾ തേനീച്ച കൃഷി പുതുതായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം തീറ്റ കൊടുക്കണം. തീറ്റ കൊടുക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 1:1 എന്ന തോതിൽ തീറ്റ കൊടുക്കുക. വളർച്ചാകാലം, ക്ഷാമകാലമാണെങ്കിൽ 1:0.75.
അപ്പം നമ്മൾ തുടക്കത്തിൽ ഇപ്പം നവംബറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പം നവംബർ തുടക്കത്തിൽ നമുക്ക് പെട്ടി കിട്ടിയെന്ന് വിചാരിക്കാം. പെട്ടി കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് 3 അടയിൽ മാത്രമേ എന്തുള്ളൂ, തേനീച്ചയുള്ളൂ. അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു റാണി ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ ഒരു യുവ റാണി ഉണ്ടാവും, നിറച്ച് മുട്ടയിടാനുള്ള കഴിവുള്ളവരുണ്ട്. അതിനകത്ത് കുറച്ച് ആണീച്ചകളുണ്ട്, ബാക്കി കുറേ പെണ്ണീച്ചകളുണ്ട്. ഇതിനെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ തീറ്റ കൊടുക്കും. തീറ്റ കൊടുക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കൊച്ചു പാത്രത്തിലൊന്നും അല്ല കൊടുക്കണ്ടേ. കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? നല്ല ചുവട് പരന്ന വലിയ ചിരട്ട കിട്ടുമെങ്കിൽ ആ ചിരട്ട എടുത്ത് വെക്കുക, അതാ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കടയിൽ കിട്ടുമല്ലോ 10 രൂപയ്ക്ക് വേസ്റ്റ് ഇടാനായിട്ടൊരു ചതുരത്തിലെ ഒരു വേസ്റ്റ് ബിൻ കിട്ടും, ചെറിയൊരു എന്തോ അതിനകത്ത് 300 മില്ലി മതി. അതിൽ ഒരെണ്ണം വെച്ചാൽ മതി. 300 മില്ലിയും കൊടുത്താൽ മതി. ഇത് 300 മില്ലി പോയിട്ട് 30 മില്ലി കൊടുക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒന്നും നോക്കാതെ നമ്മള് തേനീച്ച കർഷകർ ഞാൻ മുമ്പേ പറഞ്ഞതല്ല, രോഗം വരുമ്പം ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഒരുമിച്ച് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. രോഗം വരുമ്പോൾ ഭയങ്കര ചർച്ചയാണ്. എന്താ അറിയാം, കൊടുത്ത പഞ്ചസാരയുടെ കുഴപ്പം കൊണ്ടാണ്. രോഗമില്ലയോ, കൊടുത്ത പഞ്ചസാരയ്ക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ടല്ല അതിന് ഒത്തിരിയും കാരണങ്ങളുണ്ട്. അതിന്റെ കാരണം എന്താ പറയുക, ഞാൻ പറയാം. നിങ്ങളുടെ ഈരാറ്റുപേട്ടയ്ക്കും ഈ നമ്മുടെ പൂഞ്ഞാറ്, മേലുകാവ്, ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ റബ്ബർ കൃഷിക്കിടയിൽ ഇപ്പം കൈതകൃഷി. അതാണ് നമ്മളുടെ തേനീച്ച കർഷകർക്ക് ഏറ്റവും വലിയ പ്രശ്നമാക്കിയിരിക്കുന്ന വിഷയം. ഈ അടുത്ത സമയത്ത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളുടെ കുറേയധികം തേനീച്ചകൾ നഷ്ടപ്പെട്ടു. അത് ഫേസ്ബുക്കിലൊക്കെ വന്നാണ്. അതെ, അമ്പാണ്. അത് എവിടെയായിരുന്നു സ്ഥലം? മേലുകാവ്. പണ്ട് എന്നെ വിളിച്ചായിരുന്നു. ഇല്ല അവിടുന്ന് പണ്ട് അടുത്ത ഫിപ്രോണിലുണ്ട്. അത് ഈ നമ്മുടെ ഇതിനകത്തും ഉണ്ട്, നമ്മുടെ ജമ്പിനകത്തും ഫിപ്രോണില. ഫിപ്രോണിൽ ഉണ്ടെങ്കിൽ ഫിപ്രോണിൽ ചേർന്ന് ഏത് മരുന്ന് കഴിച്ചാലും തേനീച്ച എത്തും. ഇൻസെക്ട്സ് ചത്തുപോകുന്ന സാധനം. ഇൻസെക്ട്സിനകത്താണല്ലോ നമ്മുടെ തേനീച്ച വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ കൈതകൃഷിക്കാർ ഈ പറഞ്ഞ മരുന്നുകൾ അവർ ജമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ മരുന്നിനകത്ത് അവർ വേണമെങ്കിൽ ജമ്പ് കൂടെ ചേർത്തായിരിക്കുള്ളൂ. എന്താണെന്നറിയാം, ജമ്പടിക്കുന്നതിൻ്റെ കാര്യം, ഈ കൈതച്ചക്ക പൂത്ത് വരുമ്പോൾ പൂവിനകത്ത് നല്ല മധുരമാണ്. ആ പൂവിനറിയാലോ, നമുക്കറിയാം പൂവിൻ്റെ താഴ്വശമാണ് അതിൻ്റെ ആ പഴമായിട്ട് മാറുന്നത്. അത് മധുരമുള്ളതുകൊണ്ട് ഈ ഉറുമ്പുകളത് തിന്നും. ഉറുമ്പുകൾ തുറന്നു കഴിഞ്ഞാൽ ഷെയ്പ്പുള്ള കൈതച്ചക്ക കിട്ടത്തില്ല. അപ്പം പിന്നെ 1ാം തരി 2ാം തരി 3ാം തരി എന്നൊക്കെ മാറി 1ാം തരി കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ മനഃപൂർവ്വമായിട്ട് ഇതിനകത്ത് ചേർത്തിതായി അടിക്കുമ്പോൾ എന്ത് പറ്റും, ഈ തേനീച്ച നമ്മൾ പഞ്ചസാരപ്പാഞ്ഞ് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേനോ അല്ല പൂന്തേനോ പൂമ്പൊടിയോ കിട്ടുമെങ്കിൽ അത് അപ്പോൾ ഈ ഒരു കൈതത്തോട്ടമാണെങ്കിൽ കൈതത്തോട്ടത്തിൽ ഒത്തിരിയും കൈത ഒരുമിച്ച് പൂത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ പൂവിൽ നിന്നെല്ലാം പൂമ്പൊടി കിട്ടും. അതുകൊണ്ട് ഇവർ അങ്ങോട്ട് പോകും. നമ്മളറിയത്തില്ല. ഈ ജംബോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിപ്രോണിൽ ചേർന്ന ഏതെങ്കിലും മരുന്ന് അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് വരുന്ന തേനീച്ച എന്ത് ചെയ്യും, വന്നിങ്ങനെ കുഴഞ്ഞില്ല കള്ളു പിടിച്ചിട്ട് നടക്കുന്ന പോലെ ഇങ്ങനെ കറങ്ങി നടക്കും, താഴെ വീഴ്ച. ഇല്ല അങ്ങനെയല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും എന്താ, നമ്മൾ കൊടുത്ത പഞ്ചസാരയുടെ കുഴപ്പമില്ല. അതുകൊണ്ടല്ല, ഇതാ സംഭവിക്കുന്നത്. എനിക്കൊന്ന് മേലുകാവിൽ നിന്ന് പണ്ട് ഇതുപോലെ ആരോ ഒരാൾ എന്നെ വിളിച്ചായിരുന്നു. അവിടുന്ന് വിളിച്ചിട്ട് എബിന്നോ എന്തോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, സാജൻ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കുമരകത്ത് അതിൻ്റെ ഇതൊക്കെ വലിച്ച് ഇതുകൊണ്ട് പോയി കൊടുക്കുകയും അങ്ങനെ ടെസ്റ്റ്. അങ്ങനെ കഴിഞ്ഞ് മേലുകാവ് പഞ്ചായത്തിൽ അവർ കമ്മിറ്റി കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തായിരുന്നു അവിടെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനൊരു സംഭവമുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഞാൻ വീട്ടിൽ 100-ലധികം തേനീച്ചോട് സൈറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു 10 ഏക്കർ കൈത്തോട്ടം വെച്ചു, വാഴപ്പഴങ്ങളുണ്ട്. ആ കൈത്തോട്ടം വഹിക്കാൻ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൈത്തോട്ടം എനിക്ക് തേനീച്ച വളർത്തണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കൊണ്ട് വീട്ടിൽ കൂടി കാണിച്ചു. ഒരു തേനീച്ചക്കൊണ്ടിക്ക് 1500 വിലയാണ്. ഒരെണ്ണം പോയാൽ 1500 വന്നാൽ മതി, 100 പോയാൽ 1,00,000. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. മരുന്നടിക്കാൻ ഒരിക്കലും ആരും കുഴപ്പമില്ലെന്ന് പറയും. തേനീച്ച പോയാൽ കാണിക്കും, പൈസ ഒന്നും നന്നാക്കാൻ പറ്റുന്നു. അവർ എല്ലാം കൃത്യമായി തേനീച്ച മരുന്നുകൾ നോക്കി അടിച്ച് ഒരു കുഴപ്പമില്ല.
അവർ മരുന്ന് വെച്ച് എന്ത് തൊട്ടടുത്ത് തന്നെ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് കൃത്യം അറിയാം ഇവർ കഴിക്കുന്നതെന്ന് കഴിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ പഞ്ചസാരയുടെ കൊണ്ടല്ല, പഞ്ചസാര ഏത് പഞ്ചസാരയാണ്, ഏത് പഞ്ചസാര എടുത്താലും ആ പഞ്ചസാരക്കകത്തൊന്നും ഒരു വൈറ്റമിനും ഇല്ല, മിനറൽസ് ഇല്ല, മെറ്റൽസ് ഇല്ല. അത് നമുക്കറിയാവുന്ന പഞ്ചസാര, അത് വെളുത്ത വശമാണ്, അത് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ അതിനകത്തൊന്നും ഇവർക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏത് പഞ്ചസാരയായാലും കൊടുത്താൽ കൃത്യമായിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആ 10 രൂപയുടെ വേസ്റ്റ് ബിൻ വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ പെട്ടിക്കുള്ളിലേക്ക് വെക്കുന്നതെങ്കിൽ ചരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അത് മാത്രമല്ല മുകളിൽ അത് കവറായിട്ടിരിക്കും. അതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ഓലക്കാലോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഞാൻ ഉണങ്ങിയ ആഞ്ഞിലിക്കരിയിലോ പ്ലാങ്കരിയിലോ എടുത്തിട്ടാൽ മതി. അത് നമുക്ക് പൂപ്പൽ ബാധിക്കും. എന്നിട്ട് അതല്ല ചകിരി ചോറ് കളഞ്ഞിട്ട് തന്നെ മുകളിലോട്ട് ചുരുട്ടിയിട്ടാൽ മതി. അപ്പോൾ അതേ ഇരുന്ന് അവർ കുടിച്ചിട്ട് പോകും. തെങ്ങിൻ്റെ ഓല ഇടുമ്പോൾ പൂപ്പൽ പെട്ടെന്ന് വരും, വലിക്കത്തില്ല, അത് പൂപ്പൽ ബാധിക്കും. അതുകൊണ്ട് കഴിവതും ഓലക്കാൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ആഞ്ഞിലിക്കരിയിൽ ഉണങ്ങിയതോ അല്ലെ പ്ലാങ്കരിയിലോ ഉണങ്ങിയതോ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. വർഷങ്ങൾ അതിനകത്ത് കിടന്നാൽ പോലും അതിനകത്തൊരു കുഴപ്പവും വരുത്തുകയില്ല, പൂപ്പൽ ബാധിക്കത്തില്ല. അപ്പോൾ തേനീച്ചയ്ക്ക് രോഗം വരുത്തുകയില്ല. നമ്മൾ അതിനകത്തേക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു തേനീച്ചപ്പെട്ടിക്ക് മിനിമം 300 ഗ്രാം വരത്തക്കൊണ്ടാകും കൊടുത്താൽ മതി. 300 ഗ്രാം അതിനകത്ത് കൊള്ളും ഉറപ്പായിട്ട്. ഒഴിച്ച് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തേക്ക് യാതൊന്നും വേണം നമ്മൾ ചെയ്യാൻ, നമ്മൾ കൊടുക്കണ്ട. കാരണം അത്രയും മതി ഒരു പെട്ടിക്ക്. പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും ഉണ്ട്. ഞങ്ങൾക്കിപ്പം ഒരു ഇടങ്ങഴി അരിയുടെ ചോറ് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കുണ്ട്. ഇനി കുറച്ചാൾ കഴിയുമ്പോൾ എൻ്റെ മോൻ പോകാൻ കഴിക്കുക, അവന് ഭാര്യയും 2 മക്കളും കൂടെ വരും. അന്നേരം ഇടങ്ങഴി അരിയും കൊണ്ടിരുന്ന കാര്യം നടക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? അരിയുടെ അളവ് കൂട്ടുന്ന പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കണം. അപ്പം തേനീച്ചക്കൂട്ടിലെ ഈച്ചകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നന്നായിട്ട് ആഹാരം കൊടുത്ത് അവരെ നന്നായിട്ട് പരിപോഷിപ്പിച്ച് വളർത്തി കൂട് നിറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇപ്പം നവംബർ ആദ്യമേ കിട്ടിക്കഴിഞ്ഞാൽ 3 അടയിൽ കിട്ടുന്നിടത്ത് നമ്മൾ ഇപ്പം നമ്മുടെ കാലാവസ്ഥ ഏകദേശം അനുകൂലം, പ്രകൃതിയിൽ അങ്ങും ഇങ്ങുമൊക്കെ സ്വല്പമൊക്കെ പൂമ്പൊടിയും തേനും ലഭ്യമായതുകൊണ്ട് പെട്ടെന്ന് വളരുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് ഏകദേശം പപ്പടവട്ടത്തിൽ കൂടുതൽ അട കിട്ടുന്നുണ്ട്, ഇല്ലേ? പിന്നെ കിട്ടുന്നില്ലേ? ഞങ്ങളുടെ ആ സ്ഥലത്ത്, അതായത് ഉറുകുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനെ തൊട്ടടുത്ത്, അവിടെ മുഴുവൻ പുല്ലാഞ്ഞി അങ്ങനെയുള്ള കുറേ ചെടികൾ വളരുന്നത്. ഈ നമ്മുടെ എന്താ പറയുക ഇഞ്ച ഇതൊക്കെ പൂക്കുന്നൊരു സമയം. അതുകൊണ്ട് എന്താണെന്ന് അറിയാം, അവിടെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരാട ഫുള്ള് കിട്ടും. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. അതേസമയത്ത് ഇന്നലെ ഞാൻ ഹോർട്ടിക്കോർപ്പിൽ നോക്കിയപ്പോൾ ഒരാഴ്ചയായ വെട്ടിക്കകത്ത് ഒരു കയ്യുടെ വലുപ്പത്തിൽ പപ്പടവട്ടമേ കിട്ടിയിട്ടുള്ളൂ. അത്രയും വ്യത്യാസമാണ്. അപ്പം നന്നായിട്ട് പൂമ്പൊടി ലഭ്യമാകുന്ന പ്രദേശത്താണ് കൂടുതൽ അവർ ഊർജ്ജസ്വലരായിട്ട് കൂടുതൽ മെഴുക് ഉൽപ്പാദിപ്പിച്ച് അവർ പെട്ടെന്ന് നടക്കും. അപ്പം നമ്മുടെ പ്രദേശത്ത് നമുക്ക് കൂടുതൽ പൂമ്പൊടിയും ഒക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പെട്ടി വെക്കുന്നതെങ്കിൽ, തെങ്ങൊക്കെ ഉള്ള സ്ഥലത്തോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരും. ആ വളർച്ച ഉണ്ടാക്കി പിന്നെ നമ്മൾ തേൻ എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? കൂടുതൽ തേൻ ലഭ്യമാകുന്ന റബ്ബർ തോട്ടങ്ങളിലേക്ക് കൊണ്ടുപോയാൽ മതി. അതുവരത്തേക്ക് നമ്മളിവിടെ ഇതിനെ സ്ഥാപിക്കണം. പൂമ്പൊടി കൂടുതൽ ലഭ്യമാകുന്ന സ്ഥലത്ത് ഇതിനെ വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനാണെങ്കിൽ ക്ഷാമകാലമായി കഴിഞ്ഞാൽ മുഴുവൻ പെട്ടിയും ഞാൻ പരുമലയ്ക്ക് പോകും പാടാനായിട്ട്. എൻ്റെ അമ്മ വീടും എൻ്റെ സ്ഥലമൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ മുഴുവൻ തെങ്ങ് കൃഷി, എനിക്കറിയാലോ അപ്പർ കുട്ടനാടിൻ്റെ ഭാഗം നെൽകൃഷിയും തെങ്ങ് കൃഷിയും ഉണ്ട്, തെങ്ങ് കവുങ്ങ് അങ്ങനെയൊക്കെ. അപ്പോൾ അവിടോട്ടം കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചൊരു 3 മാസക്കാലം അവിടെ ആയിരിക്കും. അവിടെ വെച്ച് തീറ്റ കൊടുത്തു കഴിയുമ്പോൾ ഒരു തേനീച്ചയ്ക്ക് ഒരു രോഗമില്ല, ഒരു പ്രശ്നമില്ല. നന്നായിട്ട് തീറ്റ ലഭ്യമാകുന്നു, നന്നായിട്ട് വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ അവനെ പെതുക്കെ അപ്പം തന്നെ എടുത്ത് എവിടെ കൊണ്ടുപോകുന്നറിയാം, നേരെ അങ്ങ് പത്തനാപുരം ഈ പറഞ്ഞ ഉറുകുന്നിലേക്ക് കൊണ്ടുപോകും. ആ ഉറുകുന്നിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല തേൻ കിട്ടുന്ന പ്രദേശം. അപ്പോൾ ഈ സമയത്ത് അവിടെ നന്നായിട്ട് ധാരാളം, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത് കിട്ടുന്നുണ്ട്, എന്താ പറയുക, ഇഞ്ചയുടെയും ഒക്കെ പൂത്തിരിക്കുന്ന സമയം. അപ്പോൾ അതിൽ നന്നായിട്ട് നമുക്ക് പൂമ്പൊടിയും ലഭ്യമാകും. അപ്പം പൂമ്പൊടി ലഭ്യമാകുമ്പോൾ അവർ എന്ത് ചെയ്യും? അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, പെട്ടെന്ന് നല്ല വളർച്ച ഉണ്ടാകും, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും. നല്ല വേലക്കാരി തേനീച്ചകൾ, ആരോഗ്യമുള്ള ഊർജ്ജസ്വലരായ വേലക്കാരി തേനീച്ചകൾ കൂട്ടിൽ കൂട് നിറഞ്ഞു കഴിയുമ്പോൾ ആ കൂട് നിറഞ്ഞ് നമ്മൾ 3 എന്നുള്ള 4 അട നിറഞ്ഞു, 5 അട നിറഞ്ഞു, 6 അട നിറഞ്ഞു. 6 അടയും നിറഞ്ഞതിന് ശേഷം അപ്പോഴും നമ്മൾ പിരിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയും തേനീച്ചകൾ ഇങ്ങനെ നിറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തേനീച്ചക്കൂട്ടിൽ റാണി ഇടുന്ന മുട്ട ബീജസങ്കലനം നടന്ന മുട്ടയാണെങ്കിൽ വിരിഞ്ഞത് ആരായി മാറും? വേലക്കാരികളാവും. ബീജസങ്കലനം നടക്കാത്ത മുട്ടയാണെങ്കിൽ ആണീച്ചയായിട്ട് മാറും. ഇന്ന് പാത്തനോജെനിസിസ് എന്ന് പറയും. അപ്പം ബീജസങ്കലനം നടന്ന മുട്ട ധാരാളമായിട്ടിട്ട് അവർ വേലക്കാരി ഈച്ചകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബീജസങ്കലനം നടന്ന മുട്ടയായിട്ടേക്കും. അപ്പോഴേ ഒരു വേലക്കാരി ഇടുന്ന ബീജസങ്കലനം നടന്ന മുട്ട 3 ദിവസം മുട്ടയായിട്ടിരിക്കും.
6 ദിവസം അവൾ പുഴുവായിരുന്നു. ഈ 6 ദിവസത്തിൽ 3 ദിവസം റോയൽ ജെല്ലി കൊടുക്കും. ബാക്കി 3 ദിവസം അവർക്ക് ആവശ്യമായ ബീ ബ്രെഡും തേനും കൂടെ കൊടുക്കും. ബീ ബ്രെഡ് എന്ന് പറയാൻ നമുക്കറിയാം പൂമ്പൊടിയും തേനും കൂടെ ചേർന്ന് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന സാധനം. അതും പൂമ്പൊടിയും തേനും കൂടെ പുരട്ടിയാണ് കൊടുക്കുന്നത്. അത് കൊടുത്തവരെ വളർത്തുക. അപ്പോൾ 6 ദിവസം കൊണ്ട് അവർക്ക് 36 ഇരട്ടി വളർച്ചയെത്തി. ആ 36 ഇരട്ടി വളർച്ചയെത്താൻ പറയാൻ പൂർണ്ണ വളർച്ചയെത്തി. അപ്പോൾ അവർ സമാധിയാവും. 7 ദിവസം സമാധിയായി. അപ്പം 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 6 ദിവസം പുഴുവായിട്ട്, 6 3 9, 7 ദിവസം എന്തായിരുന്നു സമാധിയായിട്ടിരുന്നു ഇല്ലേ? അപ്പം 9 7 അല്ല 16 അല്ല 15-ാമത്തെ ദിവസമാണ് നമുക്ക് റാണിയായിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, 12 ദിവസം സമാധിയായിട്ടില്ല. 12 9 21-ാമത്തെ ദിവസം വേലക്കാരി അയച്ചുകൾ പുറത്ത്. അപ്പോൾ 21 ദിവസം വേണം ഒരു വേലക്കാരി പുറത്ത് വരണമെങ്കിൽ. മുട്ടയിട്ട് അന്ന് മുതൽ എത്ര ദിവസം വേണം? 21 ദിവസം. അപ്പം നമ്മൾ കൊണ്ടുവെക്കുന്ന പെട്ടിക്കകത്ത് പുതിയൊരു അട കെട്ടി ആ അടയിലിട്ട മുട്ട വിരിഞ്ഞ് വേലക്കാരിയായിട്ട് പുറത്ത് വരണ 21 ദിവസം വേണം. അതും നമ്മൾ കണക്ക് കൂട്ടും. അടുത്ത 5-ാമത്തെ അട കെട്ടി അതിനകത്ത് വരുന്ന മുട്ട ഇട്ടിട്ടും ആ മുട്ടയും വിരിഞ്ഞ് വരണ 21 ദിവസം വേണം. അപ്പം ഈ 21 കഴിഞ്ഞ് അടുത്ത 21-ലേക്ക് പോകും. അടുത്തട കെട്ടിയിട്ട് അതിനകത്ത് വരും. അപ്പം അത്രയും താമസങ്ങൾ കൂടെ നേരിടുന്നുണ്ട്. അതും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നവംബർ ആദ്യം ഒരു പെട്ടി കിട്ടിയാൽ അത് നിറഞ്ഞ് ഫുള്ളായി വരണമെങ്കിൽ ഏകദേശം നവംബർ അവസാനമെങ്കിലും ആകും. അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കും. നവംബർ അവസാനം. അപ്പോൾ 1 മാസമെങ്കിലും വേണം പെട്ടി നിറയണമെന്ന്. അട കെട്ടിയോണ്ട് മാത്രം കാര്യമായില്ല. ധാരാളം സമാധിയുള്ള ഈ സമാധി മുട്ടയോ പുഴുവോ സമാധി ഉണ്ടായിട്ടും കാര്യമില്ല. ഈച്ചയുടെ എണ്ണം കൂടണമെങ്കിൽ 1 മാസം കഴിയണം. കാരണം ഈ 21 ദിവസം കഴിയണം ആദ്യത്തെ ബാച്ച് ഇറങ്ങി വരണം. അപ്പം എത്രയും പെട്ടെന്ന് ഇവരെ കണ്ട് അട കെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അട കെട്ടിയാലേ നമുക്ക് അന്ന് പെട്ടെന്ന് അട കെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 1000 മുട്ടയിടും, റാണി മുട്ടയിടും. അപ്പം അട കെട്ടിക്കേണ്ട ചുമതല നമ്മളുടെ. അതിനാവശ്യമായ തീറ്റ നമ്മൾ കിട്ടും. തീറ്റയിൽ എന്തെങ്കിലും ലുപ്ത് കാണിച്ചാൽ അട കെട്ടുന്നത് കുറയും. അപ്പോൾ അതനുസരിച്ച് താമസവും നീക്കും. അപ്പം നമുക്ക് താമസം വരാതെ അതിനെ കൊണ്ട് അട കെട്ടിച്ച് അതിനകത്ത് മുട്ടയാക്കി 20. അതിനകത്ത് ആണീച്ചകൾ വരണമെങ്കിലോ 24 ദിവസം വേണം. 3 ദിവസം മുട്ടയായിട്ടിരിക്കും, 7 ദിവസം പുഴുവായിട്ട്, 7 3 10 14 ദിവസം സമാധിയായിട്ടിരിക്കും. അപ്പം 24-ാമത്തെ ദിവസം അവർ ഈച്ചയായിട്ട് പ്രവേശിച്ചു. ആ കൂട്ടിലെ റാണിയാണെങ്കിൽ 3 ദിവസം മുട്ടയായിരുന്നു, അത് 5 ദിവസം പുഴുവായിരുന്നു. 5 3 8. ഈ 5 ദിവസവും റോയൽ ജെല്ലി മാത്രം കുടിക്കും. 5 3 8 ദിവസം. അതിൻ്റെ കൂടെ 7 ദിവസം സമാധിയായിട്ട്. 8 കഴിഞ്ഞും 15-ാമത്തെ ദിവസം ആര് വരും? റാണി വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശാസ്ത്രീയമായിട്ട് പറയുമ്പോഴാണ് ഈ 15 ദിവസം ഒരു റാണി ഒരു കൂട്ടിലേക്ക് പുതുതായി വരാൻ. എന്താ എന്തെങ്കിലും സംശയമുണ്ട്? ചോദിച്ചോ. നിങ്ങൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. പിടികിട്ടിയില്ല അല്ലേ? അതായത് ഒരു തേനീച്ചയുടെ കൂട്ടിലെ റാണി മുട്ടയിട്ടാൽ ആ മുട്ട എല്ലാ മുട്ടയും ആദ്യത്തെ 3 ദിവസം മുട്ടയായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ആ റാണി ഇടുന്ന മുട്ട നമ്മൾ അന്നേരം പൊട്ടിച്ച് നോക്കിയാൽ അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ. ആ 3 ദിവസം കൊണ്ടാണ് അതിനകത്ത് പതുക്കെ എംബ്രിയോ ഒക്കെ വളർന്ന് വന്നത് പുഴുവാകാനുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ആ വെള്ളം പോലെ തന്നെ അതിനകത്ത് കാണാൻ പറ്റും. 3-ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേനും അതിനകത്ത് എംബ്രിയോ ആയത് പതുക്കെ പുഴുവാകാൻ തുടങ്ങും, വിരിഞ്ഞ് പുഴുവാകും. അപ്പം എല്ലാ മുട്ടയും 3 ദിവസം മുട്ട എന്താ പറയുന്നത് മുട്ടയെ തന്നെ ആയിരിക്കും. റാണിയാകേണ്ട പുഴുവാണെങ്കിൽ ബീജസങ്കലനം നടന്ന മുട്ടയായിരിക്കും. ആ മുട്ട വിരിഞ്ഞ് 5 ദിവസം പുഴുവായിട്ടിരിക്കും. അപ്പം 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 5 ദിവസം പുഴുവായിട്ടിരുന്നു. 5 3 8 ദിവസം. 7 ദിവസം സമാധിയായിരിക്കും. അപ്പോൾ 8 7 15-ാമത്തെ ദിവസം ആയിലിറങ്ങും, റാണി പുറത്ത്. അതേ തേനീച്ചക്കൂട്ടിലെ വേലക്കാരി ആകേണ്ട പുഴുവാണെങ്കിൽ എന്ന് പറയാം ആ മുട്ട 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 6 ദിവസം പുഴുവായിട്ടിരുന്നു, 12 ദിവസം സമാധിയായിട്ടിരുന്നു. അതെ, റാണി ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയും എന്തേ കഴിക്കുള്ളൂ? റോയൽ ജെല്ലിയെ കഴിക്കത്തുള്ളൂ. റോയൽ ജെല്ലി എന്ന് പറയുന്നത് തേനീച്ചകളുടെ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ വേലക്കാരി തേനീച്ചയുടെ തലയിലുള്ള ഹൈപ്പോഫറഞ്ചൽ ഗ്ലാൻഡിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു സ്രവം, പാല് പോലെ ഇരിക്കും. ബീ മിൽക്ക് എന്നാണ് വിളിക്കുന്നത്. അതാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. അത് തുടക്കം മുതൽ അവസാനം വരെ അവർക്ക് തന്നെയാണ്.
അതുകൊണ്ടാണ് അവർക്ക് ആയുസിൻ്റെ വ്യത്യാസവും നിറത്തിലുള്ള വ്യത്യാസം, രൂപത്തിലുള്ള വ്യത്യാസം, വലിപ്പത്തിലുള്ള വ്യത്യാസമൊക്കെ. ഒരു വേലക്കാരി തേനീച്ചയുടെ ആയുസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 45 ദിവസം. അവർക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ 90 ദിവസം വരെ ജീവിച്ചിരിക്കും. നല്ല പീക്ക് ടൈം, അതായത് തേൻ എടുത്തുകൊണ്ട് വരുന്ന ഒരു കാലയളവുണ്ടല്ലോ, ആ കാലയളവിൽ 45 ദിവസം വരുമ്പോൾ ചത്തു. ഒരു ആണീച്ചയുടെ ആയുസ് എന്ന് പറയുന്നത് 54 ദിവസം. അവളുടെ ആയുസ് എന്ന് പറയുന്നത് ഒന്നിൽ 54 ദിവസം ജീവിച്ചിരിക്കും. ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു റാണിയുമായിട്ട് ഇണയേർന്നാൽ അന്ന് അവൻ ചത്തു. ഇപ്പോൾ 35 ദിവസം പ്രായമായ ഒരു ആണീച്ചയാണ് ആ റാണിയുമായിട്ട് ഇണയേർന്നാൽ അന്ന് അവൻ ചത്തു. അവൻ ആ റാണിയുമായിട്ട് ഇണയേരുന്നിടം വരെയുള്ള ആയുസേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പോയി. അല്ലെങ്കിൽ 54 ദിവസം ജീവിച്ചു. അതേ കൂട്ടിലെ റാണിയുടെ ആയുസ് എന്ന് പറയുന്നത് 1 മുതൽ 3 വർഷം വരെ. അതാണ് വ്യത്യാസം. ചെറുതേനീച്ചയുടെ കൂട്ടിലാണെങ്കിൽ 5 വർഷം വരെ. അപ്പം വേലക്കാരിയുടെ ഞാൻ പറഞ്ഞു ഇല്ലേ, 3, 6, 12. അപ്പം 21-ാമത്തെ ദിവസം എന്തോ റാണിയുടേത് 3, 5, 7. 3 ദിവസം മുട്ടയായിരുന്നു, 5 ദിവസം പുഴുവായിരുന്നു, 7 ദിവസം സമാധിയായിരുന്നു. 15-ാമത്തെ ദിവസം റാണിയായിട്ട് പോകും. അത് റോയൽ ജെല്ലിയെ കൊടുക്കത്തുള്ളൂ, ആ പുഴുക്കൾക്ക് അത് മാത്രമേ ഉള്ളൂ. അത് പറയാം, അതിലേക്ക് വരട്ടെ, അങ്ങനത്തെ വരട്ടെ. ഞാൻ ആണീച്ചയുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു 3 ദിവസം പുഴുവായി മുട്ടയായിരുന്നു, 7 ദിവസം പുഴുവായിട്ടിരുന്നു. അപ്പോൾ 7, 3, 10, 14 ദിവസം സമാധിയായിട്ട്, 24-ാമത്തെ ദിവസം ആണീച്ചയായിട്ട് പുറത്തു വരും. അപ്പം സയൻസിൽ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് ഈ ഒരു കണക്കാണ്. എന്നാൽ നമ്മൾ തേനീച്ചക്കൂട് വളർത്തി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 24 ദിവസമെങ്കിലും 21 ദിവസം എടുക്കും ആദ്യത്തെ ബാച്ച് ഇറങ്ങി വരാൻ. സെക്കൻഡ് ബാച്ച് വരുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി താമസം വന്നത് വരും. തേർഡ് ബാച്ച് വരുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി താമസം. അപ്പോഴത്തേക്കും നമ്മുടെ പെട്ടി നിറയണം 1 മാസം എങ്ങനെ ആയാലും ഇടും. അപ്പം നവംബർ മാസം ആദ്യം നമ്മുടെ കൈ കിട്ടുന്ന പെട്ടി നവംബർ അവസാനം ആകുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, ഫുൾ നിറഞ്ഞു വരുത്തുള്ളൂ. അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ പെട്ടിക്കകത്ത് കൊള്ളാൻ വയ്യാത്ത പോലെ ഈച്ചയാവും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മളതിനെ വേറൊരു കൂടായിട്ട് വിഭജിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാം, അവർ തന്നെ റാണി സെല്ല് കെട്ടിയിട്ട് പറഞ്ഞു, അവർ തന്നെ കിട്ടും. എന്താ കാര്യം എന്നറിയാം, ഒന്നാമത് തേനീച്ചക്കൂടിനുള്ളിലെ അംഗസംഖ്യ കൂടി. അംഗസംഖ്യ കൂടിയപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ വർദ്ധിച്ചു, ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ട് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, വേലക്കാരി തേനീച്ചകളുടെ പാദത്തിൽ നിന്ന് ഒരു ഫെറോമോൺ വരുന്നുണ്ട്. അതിന് ഫുട് പ്രിന്റ് ഫെറോമോൺ എന്നാണ് പറയുന്നത്, പാദമുദ്ര ഫെറോമോൺ. ഈ പാദമുദ്ര ഫെറോമോണിൻ്റെ അളവ് കൂടും. എങ്ങനെയാണെന്നറിയാം, ഇതിനകത്ത് ഈച്ചകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഓരോരുത്തരും ചവിട്ടുമ്പോൾ ഈ ഫെറോമോണിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഈ ഫെറോമോണിൻ്റെ അളവ് കൂടിയാൽ അവർക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ കൂട് നിറഞ്ഞു, ആവശ്യത്തിലധികം ഈച്ചകളായി, ഇനിയും പെരുകിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഇതിനകത്ത് ജീവിച്ചിരിക്കാൻ പറ്റില്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമതൊരു കൂടായിട്ട് മാറാം. അപ്പം പിരിഞ്ഞു പോകുമ്പോൾ ആ നിലവിലുള്ള റാണിയും ആ കൂട്ടിലെ ഏറ്റവും മിടുക്കരായ കുറേ വേലക്കാരി ഈച്ചകളെയും വിളിച്ചുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു പോകുന്നത്. അങ്ങനെ നല്ല ശേഷിയുള്ള, നല്ല കഴിവുള്ള, ചെറുപ്പക്കാരായ കുറേ അധികം വേലക്കാരി ഈച്ചകളെ കൊണ്ട് അവർ പറഞ്ഞു. അങ്ങനെ പറന്നു പോകുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യുന്നറിയാം, വേലക്കാരി ഈച്ചകൾ പോയിട്ട് അവരുടെ നിലവിലുള്ള അടയുടെ താഴ്ഭാഗത്ത് പോയി നമ്മുടെ ഈ വിരലിൻ്റെ ഷേപ്പിൽ താഴോട്ട് അറകൾ പണിയും, സെല്ലുകൾ ഉണ്ടാക്കും. അതിനകത്തേക്ക് ഒരു പുഴുവിനെ അല്ലെങ്കിൽ ഒരു മുട്ട കൊണ്ടുവച്ചിട്ട് അത് വിരിഞ്ഞു വരുമ്പോൾ അപ്പം അതിനകത്ത് ഇങ്ങനെ അറ കെട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ റാണിക്ക് എന്ത് മനസ്സിലായി, ആ പുതിയ റാണി ഉണ്ടാക്കാനുള്ള. അപ്പോൾ അവർ പോയിട്ട് അതിനകത്തൊരു ബീജസങ്കലനം നടന്ന മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് ഇനി എത്ര ദിവസം കഴിയുമ്പോഴത്തേക്കും റാണിയാവും, എത്ര ദിവസം ഞാൻ മുമ്പേ പറഞ്ഞു, 15-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും റാണി വരും. ഈ 14-ാമത്തെ ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവും, അകത്തിരിക്കുന്ന ഈ റാണിയായിട്ട് പുറത്തോട്ട് വരാൻ പോകുന്ന ആൾ അകത്തിരുന്നോണ്ട് ബീന്നൊരു ശബ്ദം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ഞാൻ പുതിയ റാണി കൂട്ടിലേക്ക് വരാൻ പോവുകയാണ്. നമുക്കൊരു നിയമമുണ്ട്, നമ്മളുടെ കുടുംബത്തിൽ ഒരു റാണി മാത്രമേ പാടുള്ളൂ. രണ്ടാമതൊരു റാണി വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 കൂടായിരിക്കണം. അതുകൊണ്ട് നമുക്ക്, ഞാൻ വിളിക്കുന്നു പുരുഷന്മാരുടെ കഴിക്കുന്നത്, നമ്മുടെ വീട്ടിൽ അതല്ലേ പറ്റുള്ളൂ, ഒരു റാണിയല്ലേ പറ്റൂ. ഒരു റാണിയെ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം തേനീച്ചയുടെ വർഗ സ്വഭാവം തന്നെ ഒരു റാണിയെ പറ്റുള്ളൂ. അപ്പം പിന്നെ അവരെന്ത് ചെയ്യും, പിരിഞ്ഞു പോകും.
അവർ നേരെ പാതി തേനീച്ചകളും വിളിച്ചോണ്ട് പൊക്കളെ. പിറ്റേ ദിവസം 15ാമത്തെ ദിവസം രാവിലെ ആരിറങ്ങും? പുതിയ റാണി ഇറങ്ങും. അപ്പം നമ്മൾ അതിന് മുന്നേ നമുക്ക് മനസ്സിലായി ചെന്ന് പെട്ടി തുറന്നാൽ തുറക്കാൻ വയ്യാത്ത പോലെ അതിനകത്ത് നിറച്ചീച്ചകളായി അടപ്പിനകത്ത് തേനീച്ചയാണ് എങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം? പിരിച്ചു മാറ്റാം. പിരിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പെട്ടിയുടെ അതേ അളവുള്ള മറ്റൊരു പെട്ടി നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിൽ അല്ലെ പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് ഏഷ്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂട്ടൺ ടൈപ്പ് പെട്ടി, അതിന് യൂണിവേഴ്സൽ അളവാകും ന്യൂട്ടൺ ടൈപ്പ് പെട്ടി എന്നാണ്. ആ ന്യൂട്ടൺ ടൈപ്പ് പെട്ടിക്ക് ഇവിടെ ഉണ്ടാക്കിയാലും കർണാടകത്തിലുണ്ടാക്കിയാലും നമ്മുടെ പഞ്ചാബിലുണ്ടാക്കിയാലും എല്ലാം ഇതിൻ്റെ അളവ് എന്തായിരിക്കും? ഒരേ അളവാണ്. കാരണം ഈ പെട്ടിയിൽ നിന്ന് എടുത്ത് ഒരു ഫ്രെയിം അടുത്ത പെട്ടിയിലേക്ക് ഇട്ടാൽ ആ പെട്ടിയിലും കൃത്യമായിട്ട് അത് വീഴണം. വളരെ ചുരുക്കം പേര് ചിലർ ഈ അളവൊന്നും നോക്കാതെ പണിയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പഴയ പെട്ടിക്കകത്തിരുന്ന കുറച്ച് ഈച്ച പുതിയ പെട്ടിക്ക് അകത്തേക്ക് മാറ്റണമായിരുന്നു. നോക്കിയപ്പോൾ ഈ പഴയ പെട്ടിയിൽ നിന്ന് എടുത്ത് വെച്ചാൽ ഫ്രെയിമൊന്നും പുതിയ പെട്ടിക്കകത്ത് പറ്റത്തില്ല. കാരണം അളവ് വ്യത്യാസം. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാം, പൈസയുടെ ലാഭം നോക്കിയിട്ട് ചുമ്മാ തട്ടിക്കൂട്ട് പെട്ടി ഇങ്ങനെ ഉണ്ടാകും. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഒരിടത്തുനിന്ന് പിരിച്ച് നമുക്ക് മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് പെട്ടി തന്നെ യൂസ് ചെയ്യുക. അതെന്താ അതിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ, ഒന്ന് ഉൽപ്പാദനം കൂടും, രണ്ട് അതിൻ്റെ പരിചരണത്തിന് നമുക്ക് കൃത്യമായിട്ട് പരിചരിക്കാൻ പറ്റും, മൂന്ന് വലിയ ആക്രമണം ഇല്ലാതെ ഇരിക്കും, വളർച്ച കൂടും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു പെട്ടി നിറഞ്ഞിരിക്കുക, അതേപോലെ ഒരു പെട്ടി കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് വെക്കും. സമീപത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ പുതിയ പെട്ടിക്കകത്തെ ഫ്രെയിമുകൾ മുഴുവൻ എടുത്ത് മാറ്റും. അപ്പം പെട്ടിയെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടല്ലോ അല്ലേ? ബിനോജ് പെട്ടി എവിടെ ഇരിപ്പുണ്ടോ? കാലിപ്പെട്ടി. കോപ്പി എത്ര എടുക്കണം എന്നുള്ളത് ഒരു ചെറിയ